പ്രിയ ശ്രോതാക്കൾക്ക് വിറ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മാസ്മരികമായൊരു എപ്പിസോഡിലേക്ക് വിറ്റോക്സിൻ്റെ പ്രേക്ഷകരെ സഹൃദയം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വിറ്റോക്സ് രാത്രി 9:30 ശേഷമായിരിക്കും സംപ്രേഷണം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കാതിനെ കുളിരണിയിച്ച് മനസ്സിനെ ആത്മസംതൃപ്തിയുടെ സുഷുപ്തിയിൽ ഉറക്കിക്കിടത്തുന്ന ഒരു മനോഹരമായൊരു എപ്പിസോഡായി ഇത് മാറും. ഇപ്പം തന്നെ പലതും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുളിർ മഴയായി വിറ്റോക്സ് എന്നാണ് പെയ്തിറങ്ങിയതെന്ന്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ഇതല്ലല്ലോ, ഏതായിരുന്നു? എന്ത് വേറെ ടോപ്പിക്കാണല്ലോ. നമ്മള് ഗസ്റ്റ് എപ്പിസോഡ്സ് കുറച്ച് ചെയ്തു. നമ്മൾ മാത്രം ഇരിക്കുന്ന കൊണ എപ്പിസോഡ്സ് കേൾക്കണം എന്ന് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യം പറഞ്ഞതിന് പ്രകാരം OG വിറ്റോക്സ് ആൾക്കാർ അതാണ് കാണുന്നത്. കറൻ്റ്ലി എന്താണ് ടോപ്പിക് എന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും പറയുന്നതുമായിട്ടുള്ളതും പിന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഒരു ബസ് ഇൻസിഡൻറ്റും അതുമായി അനുബന്ധിച്ച് നടന്ന പല തരത്തിലുള്ള ചർച്ചകളും. മെൻസ് കമ്മീഷൻ എന്നുള്ള ശക്തമായ വാദം ഒരു 5-6 വർഷമായിട്ട് ഉയർന്നു കേൾക്കുന്ന അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരാവശ്യമില്ലാത്തത് ആവശ്യമുള്ളിടത്തൊക്കെ കേൾക്കുന്ന ഒരു സാധനമാണ് മെൻസ് കമ്മീഷൻ. അപ്പം മെൻസ് കമ്മീഷൻ വേണോ? നമ്മൾ ആ ഒറ്റ പോയിന്റിലേക്ക് ഇതിനെ ചുരുക്കാം. നമ്മൾ പറയുന്നത് അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്ത് പോയിട്ട് ഇന്നലെ മത്തിക്കറി കഴിച്ച കാര്യം നമ്മൾ പറഞ്ഞാലും നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് മെൻസ് കമ്മീഷൻ ഇവിടെ ഇത് എഴുതി വരണം കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എഴുതി വരണം. മെൻസ് കമ്മീഷൻ ആവശ്യമോ? ഞാൻ ഇതിങ്ങനെ കാണിക്കുമ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഇങ്ങനെ ഓഫായി ഓൺ ആയാൽ മതി. റോട്ടോസ്കോപ്പി അപ്പോൾ ശരിക്കും നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് മെൻസ് കമ്മീഷൻ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത്. ആദ്യം ഞാൻ പറയുന്നു, നിങ്ങളിത് കാണുന്നതിന് മുന്നേ നിങ്ങളുടെ കമ്മീഷൻ്റെ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ റിപ്ലൈ കമൻ്റായിട്ട് തട്ടിക്കോ. മെൻസ് കമ്മീഷൻ ആവശ്യമാണെന്നുള്ള ആവശ്യമാണ്. കമന്റിടാൻ വേണ്ടി ചുമ്മാ ഞെക്കുമ്പോഴേ ആ ഹൈപ്പും കൂടെ ഞെക്കിയാൽ നന്നായിരിക്കും. അതെന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് ആൾക്കാർ ഹൈപ്പ് ചെയ്യുമെന്നേ. ഇല്ലെന്ന് തോന്നുന്നില്ല. ഗുണമുണ്ട്. ഒരു തവണ നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ട ഉടനെ 3 തവണ ഹൈപ്പ് ചെയ്യണം. ഒന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും കയറി 3 തവണ ഹൈപ്പ് ചെയ്യാം. പോരാത്ത ഇതേ എപ്പിസോഡ് തന്നെ ഫേസ്ബുക്കിലുണ്ടാവും. അപ്പൊ പോയിട്ട് അവിടെ ഒരു ലൈക്ക് ചെയ്യണം. അച്ഛനും അമ്മയും ഒന്ന് പ്രോഗ്രസീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ചുമ്മാ ഇതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ പ്രോഗ്രസീവ് ആണ്. നമ്മള് ലൈവ് എപ്പിസോഡ് ചെയ്തപ്പോ 1-2 പേര് പറഞ്ഞായിരുന്നു വീട്ടുകാർ പ്രോഗ്രസീവ് ആണെന്ന് ആഗ്രഹിച്ചു. അവിടെ എനിക്ക് മനസ്സിലായി ഞാൻ പ്രോഗ്രസീവ് ആണ്. നീ പ്രാചീനനാണ്. ആൾക്കാരെന്താ പ്രോഗ്രസീവ്? സിവിലൈസേഷന്റെ ഭാഗമായിട്ടാണ് ഈ പ്രോഗ്രസ്. പഴയ ഐഡിയാസ് ആണല്ലോ ഇപ്പൊ ഒന്നും കൂടെ. മറ്റേ ബെൽബോട്ടോ ഒക്കെ ട്രെൻഡായി വന്നതുപോലെയാണല്ലേ. ഈ ലോകം എപ്പോഴും ഇങ്ങനെ ഒരു സൈക്കിൾ ഐഡിയാസ് ഇങ്ങനെ മാറി മറിഞ്ഞും ഈ പ്രോമിനൻസ് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഹിസ്റ്ററിയുടെ ഒരു സാധനമാണ്. അപ്പൊ അതുപോലെയാണ്. അപ്പൊ അനീസിക്കയുടെ ഈ ഗീർവാണെന്ന് പറയും ആണോ? എനിക്ക് മനസ്സിലായി. ആ സാധനങ്ങൾ കേട്ട് വീട്ടുകാരെ പ്രോഗ്രസീവ് ആണ്. അതില് ഗിയർ എവിടാ? ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന നിങ്ങളുടെ അമ്മാവന്മാർക്കും വീട്ടുകാർക്കും നമ്മുടെ പേജ് സജസ്റ്റ് ചെയ്യുക. facebook.com/wit.gram. സോ ഡു കമൻറ്റ് മെൻസ് കമ്മീഷൻ ആവശ്യമാണോ അല്ലെങ്കിൽ പോൾ ആപ്പണ്ട കമൻറ്റ് ചെയ്താൽ നിങ്ങൾ മെൻസ് കമ്മീഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ആവശ്യമല്ലെന്ന് മാത്രം എഴുതുക. എന്നിട്ട് കാണുക. കണ്ടു കഴിഞ്ഞ അവസാനം നിങ്ങളുടെ എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾക്ക് തോന്നുന്നു ഈ മൈരന്മാരൊന്നും സപ്പോർട്ട് ചെയ്യരുത്, ഇവന്മാർക്കൊക്കെ വേണ്ടിയാണോ കമ്മീഷൻ വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വീണ്ടും ഇത് എഡിറ്റ് ചെയ്യുക. എൻ്റെ ആദ്യത്തെ അഭിപ്രായം മാറി. ഞാൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചർച്ച കഴിയുമ്പോൾ ഈ വിഷയത്തിൽ നിന്ന് പോകും. അപ്പൊ നിങ്ങൾ മറക്കും നമ്മളിത് എന്തിനെ കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത്. അനീസിക്ക പ്ലെയിൻ ആൻഡ് സിമ്പിൾ മെൻസ് കമ്മീഷൻ വേണം? വേണ്ട. മെൻസ് കമ്മീഷൻ വേണം. ചോദിച്ചോട്ടെ, ഒന്നും ചോദിക്കണ്ട. നീ എസ് മാത്രം റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. മെൻസ് കമ്മീഷൻ വേണോ? വേണം. കേക്ക് നല്ല പ്രോസസ് ചെയ്ത് കഴിഞ്ഞു ജോൺ. അല്ല, ഞാനത് പറഞ്ഞ ഞാനിപ്പോഴും കൺക്ലൂഷനിൽ എത്തിയില്ല. എനിക്കിത് എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടിയിട്ടില്ല. അല്ല, അത് നമ്മൾ പിന്നെ വരാം. അല്ല, ഇത് ചോദിച്ചത് സിമ്പിളി ഇങ്ങനെ ചോദിച്ചാൽ എന്താ പറയാൻ പറ്റുന്നത്? അതിന് ഞാൻ വേണ്ടെന്നും അവൻ വേണമെന്നും പറഞ്ഞു. ഓക്കെ, ഇനി ഞാൻ പറയാം. നമ്മുടെ ലോകത്തിലെ ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും യെസ് ഓർ നോ ആയിട്ട് ആൻസർ പറയാൻ പറ്റില്ല. അതെ, പല കാര്യങ്ങൾക്ക്. കാരണം ഈ പറഞ്ഞ ഉടനെ ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നീ എന്നോട് ചോദിച്ചപ്പോൾ എനിക്കൊരു കാര്യം പറയണ്ടേ. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ കമ്മീഷൻ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ മെൻസ് കമ്മീഷനും വിമൻ കമ്മീഷന്റെ ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞ അത്. അല്ല, മൃഗങ്ങൾക്ക് വരെ കമ്മീഷൻ ഉണ്ടാവുന്നുണ്ട്.
പട്ടി ആനിമൽസിന് വരെ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ, അതായത് മനുഷ്യന്റെ മാനുഷിക അവകാശങ്ങൾക്ക് വേണ്ടി ഒരു സംഭവം ഇവിടെ സർക്കാർ കൂടാതെ എടാ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ സത്യത്തിൽ ഇത് ജനറേറ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ ബോഡി ഇനി അതിന്റെ അടുത്തത് ഒരു പ്രോപ്പർ സിസ്റ്റം, ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ബ്യൂറോക്രസിയോ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് സിസ്റ്റമോ അടങ്ങുന്ന ഒരു സിസ്റ്റം പ്രോപ്പർ വെൽ ഓയിൽഡ് മെഷീനറി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഇതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഈ ഒരു ആവശ്യം കൊണ്ട് നമ്മളൊരു ആളുടെ അടുത്ത് ഓഫീസിൽ ചെന്നാൽ നമുക്ക് പ്രോപ്പറായിട്ട് നടക്കാൻ സാധ്യതയില്ലെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് അതിനെ ഗവേൺ ചെയ്യാൻ വേണ്ടി വേറൊരു ബോഡി വെച്ചേക്കുന്നത്. അവിടെ ചെന്നാൽ നടക്കത്തില്ല അറിയുന്നത് നമുക്കൊരു കോടതി സിസ്റ്റം വെച്ചേക്കുന്നത്. ഇനി അവിടെ ചെന്നാൽ നടക്കാൻ ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് മേലെ തട്ട് വെച്ചേക്കുന്നത്, അതിൻ്റെ മുകളിൽ തട്ട് വെച്ചേക്കുന്നത്. നമുക്കറിയാം ഈ സിസ്റ്റം മനുഷ്യന്മാരുടെ അത് ഇത്രയും ലേയേഴ്സ് വെച്ചേക്കുന്നത് എന്തിനാ? എന്തെങ്കിലൊക്കെ ഒരു ദിവസം നീതി കിട്ടും അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയിലാണ് എന്തെങ്കിലുമൊക്കെ നീതി കിട്ടുന്നതിനോട് നമ്മൾ നന്നാവും. ഒരു ഹോപ്പിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടത് ഇൻസ്റ്റന്റ് നീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ട് എവിടെ കിട്ടും? ആ സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ ഇൻസ്റ്റന്റ് ആയിട്ട് ആ കുട്ടിയെ തൂക്കി കൊല്ലുക എന്നുള്ളതാണ് ആൾക്കാർ ഇപ്പോഴത്തെ ആവശ്യം. ആ കുട്ടി അല്ല ചേച്ചിയെ തൂക്കി കൊല്ലുക എന്നുള്ളതാണ് ആൾക്കാർ ഇപ്പോഴത്തെ ആവശ്യം. കാരണം നമുക്ക് ഇൻസ്റ്റന്റ് നീതിയാണ് ഇൻസ്റ്റഗ്രാമിന്റെ ആവശ്യം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ആവശ്യം. കാരണം അവർക്ക് ഇപ്പൊ പ്രതികരിക്കണം. കാരണം നമുക്കിത് പ്രതികരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകണമെന്ന്, അത് കഴിഞ്ഞിട്ട് അവൻ അടുത്തത് പിടിക്കണം. അപ്പൊ ശരിക്കും ഇതിനിപ്പോ തീരുമാനമാക്കിയിട്ട് നമുക്ക് പോകണം. അപ്പോൾ ഈ തീരുമാനമാക്കാത്തപ്പോൾ നമുക്ക് പറയാം നമ്മളിത് സോഷ്യൽ മീഡിയയിൽ കൂടെ അങ്ങ് വിധിച്ചിട്ട് പോകും. ഇവളെ കൊല്ലണം, അല്ലെങ്കിൽ ഇവളെ പുറത്താക്കണം, അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യണം, അല്ലെങ്കിൽ ജയിലിലടക്കണം, അല്ലെങ്കിൽ ഇവിടെ നമ്മളെല്ലാവരും ചെയ്യുന്ന ചന്തയ്ക്ക് വിളിക്കണം. ഇതൊക്കെയാണ് ആൾക്കാർ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നീതി കിട്ടുന്നത് വെച്ചാൽ നീതി കിട്ടുന്നില്ല. ഇപ്പോൾ ജയിലിലിട്ടാൽ നീതി കിട്ടും എനിക്കറിയത്തില്ല. നമുക്കിതൊക്കെ ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള സാധനമാണ് ജോൺസ്. ഒരാൾ മരിച്ചു, അതിന് പകരം ഇപ്പോൾ അറേബ്യയിലാണെങ്കിൽ മരിച്ചാൽ അതിന് പകരം കൊല്ലണം. കാരണം അതാണ് അവരുടെ നീതി. അല്ലെങ്കിൽ ഇസ്ലാമിക് റൂൾസ് പറയുന്ന നീതി വെച്ചാൽ അവിടെ ബ്ലഡ് വീണു, അയാളുടെ ഇത് പോയി, അയാൾ ഇല്ലാതായി പോയി, പിന്നെ മറ്റേ ആൾ അതിന് കാരണക്കാരൻ അയാൾ ഇല്ലാതാവണം. അപ്പോഴേ ബാലൻസിൽ ടാലി ആവത്തുള്ളൂ. അവിടെയും അവർക്ക് വേറൊരു സാധനം ചെയ്യുന്നത് ബ്ലഡ് മണി. ആ ബ്ലഡിന് പകരം അവർ തീരുമാനിക്കുന്നത്. ആരാ തീരുമാനിക്കുന്നത്? ഈ അയാൾ മരിച്ചുപോയി, അയാൾക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാളെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുമായിരുന്ന ആൾക്കാർ, ജീവിച്ചിരുന്നാൽ പ്രയോജനം ഉണ്ടാകുമായിരുന്ന ആൾക്കാർ തീരുമാനിക്കുന്നു ഇതിന് പകരമായിട്ട് നമുക്ക് ഇത്ര കിട്ടിയാൽ അവിടെ ഒരു ഇല്ലായ്മ ചെയ്യുന്നത് ഞങ്ങൾ തടയാം എന്ന് പറയുന്നത്. ഇപ്പം ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. നമ്മുടെ ഇവിടെ വെച്ചാൽ 10 കൊല്ലം അല്ലെങ്കിൽ 14 കൊല്ലം എത്ര ജയിലിലിടും, ഒരാളെ കൊന്നാൽ ജയിലിലിടും. അപ്പോൾ നീതിയാണത് എന്ന് വിശ്വസിക്കുന്നു. അത് ഒന്ന്, അയാൾ അങ്ങനെ ഒരാളിനെ ഈ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള സാധനമുണ്ട്. പിന്നെ അയാൾ ചെയ്ത തെറ്റിന് ജുഡീഷ്യറിയുടെ കണക്ഷൻ അതാണ്. അയാൾ ഇത്രയും ചെയ്തെങ്കിൽ ഇത്ര നാൾ മാറി നിന്നാൽ കറക്റ്റ് ആവും, എന്തോ എനിക്കറിയില്ല. അങ്ങനെയാണ് അതിൻ്റെ കണക്കാക്കുന്നത്. ഇങ്ങനെയാണ് നീതിന്യായ വ്യവസ്ഥ വർക്കാവുന്നത്. ശരിക്കും ഇപ്പോൾ നടക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഇൻസ്റ്റൻറ്റ് നീതി വേണം നമുക്ക് ഇപ്പം തന്നെ. ഇപ്പോൾ എൻകൗണ്ടേഴ്സിന് കൈയടിക്കുന്നത് അതുകൊണ്ടാണ്. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണ്ണിൽ അവർ തെറ്റാണെന്ന് ആരൊക്കെയോ പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടാകും. അപ്പോൾ ഉടനെ അവരെ തിരിച്ച് വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ആ വാദം വരുന്നത്. നമുക്ക് അതല്ല, ജനങ്ങൾക്ക് ഈ പറഞ്ഞ സിസ്റ്റത്തിലുള്ള വിശ്വാസക്കുറവാണ്. അതായത് ഇതൊരു കോടതി വഴി പോയി ഇതിനൊരു റിസൾട്ട് വന്നാൽ നമ്മളുടെ കൂടുതലും ഒരു ഭയങ്കര സോളിഡ് പ്രൂഫ് ഇല്ലാത്തൊരു സാധനത്തിന് പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്കം ഉണ്ടാവില്ല. അത്രയും ഇതായാലേ അപ്പോൾ ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ ആൾക്കാർ ഈ പറഞ്ഞ പോലെ വഴി കിട്ടിയതല്ലണം. അല്ല, അതിനാണല്ലോ പ്രോഗ്രസീവ്സ് എന്ന് എല്ലാവരും പറയുന്നത്. എന്ത് കാരണം പണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മളൊരു ആദിമവർഗമാണെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു തെറ്റ് നടന്നാൽ ആ ഗോത്രത്തലവനുണ്ട്. ആ ഗോത്രത്തലവൻ ഉടനെ ഒരു തീരുമാനം എടുക്കുന്നു, അപ്പം തന്നെ നടപ്പാക്കുന്നു. അങ്ങനെയല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് മനുഷ്യൻ മനസ്സിലാക്കി എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ റിഫൈൻഡായി വന്ന സിസ്റ്റങ്ങൾ ഉണ്ടാക്കി, ആ സിസ്റ്റത്തിന് റൂൾസ് ഉണ്ടാക്കി, ആ റൂൾസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം, വേറൊരു സിസ്റ്റത്തിനുണ്ടാക്കി. ന്യായാധിപന്മാര്, തലവന്മാര്, നേതാക്കളൊക്കെ ഉണ്ടായി. അതിന് വേറൊരു സാധനം പറയും. ഈ സോഷ്യൽ മീഡിയ വന്ന് ഇപ്പൊ കുറച്ച് വർഷങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ ആ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ എത്ര വർഷം എടുത്തു? ചിലപ്പോ മില്യൺ 2000 കൊല്ലം അല്ലെ 1000 കൊല്ലം എടുത്തു ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇടുന്ന് മെഴുകി കുറെ വർഷങ്ങളായി കഴിയുമ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുമായിരിക്കും. സിസ്റ്റം വരുമായിരിക്കും. ഇങ്ങനെയൊക്കെ മതി. സോഷ്യൽ മീഡിയയുടെ അകത്ത് ഒരു സെറ്റ് പോലീസ്, സോഷ്യൽ മീഡിയ റെഗുലേഷൻസ് ഉണ്ടാവണം എന്നാണ് നീ പറഞ്ഞു വരുന്നത്. അത് ചിലപ്പോൾ ഉണ്ടാവും. അതായത് അത് ഏത് ലെവലിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊന്നും ആർക്കും യാതൊരു ധാരണയില്ല. ഇപ്പോ റെഗുലേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ ഫ്രീഡത്തിന്റെ മേളിൽ പിടിക്കുന്ന ഒരു പിടുത്തായിട്ടേ കാണുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു സോഷ്യൽ മീഡിയയിലുള്ള ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് ഭയങ്കര പ്രോമിനന്റ് ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അതിനകത്ത് പോലീസിംഗും പയ്യെ വന്നുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഇതിലെല്ലാം ഒരു മെജോറിറ്റി കളിയുണ്ട്. ആലോചിച്ചേ, ഇപ്പം ഈ സാധനം ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഡിസ്കഷൻ ഈ പർട്ടിക്കുലർ പോയിന്റ് മാത്രമേ. ബസ്സിലൊരു ഇൻസിഡൻറ്റ് നടന്നു. ആ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ വീഡിയോ എടുത്തു. ആ വീഡിയോയുടെ
റിപ്പർക്കഷൻസ്, തിരിച്ചടി, എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കാത്ത ലെവലിലുള്ള സാധനം ഉണ്ടായി, ഒരാൾ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. ഈ സംഭവത്തിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയ നിങ്ങൾ എന്ത് ദുരുപയോഗം ദുരുപയോഗം ചെയ്യുന്നു, ആ പെൺകുട്ടി ദുരുപയോഗം ചെയ്തു. അതായത് റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, ഫേമസ് ആവാൻ വേണ്ടി. ശരിക്കും ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നില്ലെന്ന് വിചാരിക്കുക, ഇതിന് തൊട്ട് മുമ്പത്തെ നമ്മുടെ രീതി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ട് കാര്യം നടന്നാൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്തത് എത്തേണ്ടവരിലേക്ക് എത്തിക്കുക. ഇതാണ് ആൾക്കാരുടെ രീതി. നിങ്ങൾ ഒരു വിഷയം നടന്നാൽ ഉടനെ എടുക്കുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള വീഡിയോസിൻ്റെ എല്ലാ കമൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിച്ചാൽ മതി. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എത്തേണ്ടവരിലേക്ക് എത്തിക്കുക, ആരാണെന്നുള്ളത്. അങ്ങനത്തെ വീഡിയോ എടുക്കുന്നത് ആരായിരിക്കും അറിയോ? അതായത് ഒരു പൊതു സമൂഹത്തിന് വേണ്ടി ഒരു CCTV ദൃശ്യമോ അല്ലെങ്കിൽ വേറെ രണ്ടുപേര് തമ്മിലുള്ള ക്രൈം നടക്കണത് ആണ് അങ്ങനെ എടുത്തിട്ട് ഇത് എത്തേണ്ടവരിലേക്ക് എത്തിക്കാൻ. അല്ലല്ല, രണ്ട് മറ്റേതുണ്ട്. ഈ റീസെന്റ് ഉള്ള എല്ലാ മോട്ടോർ വെഹിക്കിൾ ചെക്കിങ്ങിലും ഉള്ള ഒരു സാധനമാണ്, മോട്ടോർ വെഹിക്കിൾ ചെക്കിങ്സിലുള്ള സാധനമാണ് ഈ വിക്ടിം. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളും ഇതെടുത്തിട്ട് ഇത് കണ്ടോ, ഇത് ചെയ്യുന്ന സൊസൈറ്റി സിസ്റ്റം ചെയ്യുന്ന കണ്ടോ, നിങ്ങൾ ഇത് എത്തേണ്ട രീതി. കാരണം അതുകൊണ്ട് പക്ഷെ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സിസ്റ്റം ആണ്. ഇനി വേറെ സാധനമുണ്ട്, രണ്ട് കൂട്ടർ തമ്മിൽ അടി ഉണ്ടാക്കിയ ഉടനെ ഈ രണ്ട് കൂട്ടരും ഫോട്ടോ എടുത്തിട്ട് ഈ POV എടുത്തിട്ട് ഇത് കണ്ടോ എനിക്ക് സംഭവിച്ചത് നിങ്ങൾ, ഇത് രണ്ടോ എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതായത് ഞാൻ സൊസൈറ്റിയെ കറക്റ്റ് ചെയ്യാൻ ഇറങ്ങുന്നതുകൊണ്ട്, എനിക്ക് ജസ്റ്റ് നേരിട്ട് ഇൻജസ്റ്റിസിനെതിരെ ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ട്, ഇനി ഒരു സാധനം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതൊരു പ്രശ്നമായിരിക്കത്തില്ല, പക്ഷേ ആൾക്കാർ ഇങ്ങനെ സാധനം കണ്ടുപിടിക്കും. അങ്ങനെ ചില ആൾക്കാരുണ്ട്, അവർ ഓക്കെ നിങ്ങൾ ഇത് കണ്ടില്ലേ, ഇതിന് ശരിക്കും ഇത് മാറ്റേണ്ടതല്ലേ, എങ്ങനെ പറഞ്ഞു, പ്രശ്നമല്ല അതൊന്നും, അത് നിങ്ങളെ എത്തേണ്ടതിലേക്ക് എത്തിച്ചത് മാറ്റൂ എന്ന് പറഞ്ഞ് അങ്ങനെയും ടൈപ്പ് ഓഫ് ആൾക്കാർ ചെയ്യാറുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായി പോയൊരു സാധനമാണ് എന്ത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിന് കൊടുക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. പണ്ട് നമ്മൾ പറഞ്ഞ ഒരു സാധനം പറയുന്നത്, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, അല്ലെങ്കിൽ അതിനും കൂടി കുറച്ച് ബോധമുള്ള നിന്നെ കോടതി കയറ്റുക, നീ കോടതി കയറ്റും, നിന്നെ സോഷ്യൽ മീഡിയയിൽ കയറ്റും എന്നുള്ളത് ഭയങ്കര പോപ്പുലർ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെ, തമാശയല്ല, നീ കൂടുതൽ ഞാൻ വീഡിയോ എടുത്തിരുവേ എന്നുള്ളത് അറിയാതെ വരുന്ന വാക്കായിട്ട് മാറിയിട്ടുണ്ട്. അത് വീടിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ തൊട്ട്, അല്ലെങ്കിൽ ജോസ് പേര് എൻ്റെ അമ്മ അടിക്കുന്നു എന്ന് തൊട്ട്, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ വെള്ളം ഇങ്ങോട്ട് ചവിട്ടി കയറ്റി എന്ന് പറയുന്നത് വരെയുള്ള ഇൻസിഡൻറ്റ് വരെ ആൾക്കാർ സോഷ്യൽ മീഡിയയിലാണ്. നമ്മളത് കാണുന്നില്ലെന്നില്ല, പക്ഷെ നീ ആലോചിച്ചാൽ മതി, മിക്കവാറും എല്ലാവരും അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ വഴി എന്തെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, ഷെയർ ചെയ്തിട്ടുണ്ടാവും. പെൺകുട്ടികൾ പറയുന്നില്ല, ഞാൻ ഒരിക്കലെങ്കിലും ഒരു മൊളസ്റ്റിംഗ് അറ്റംപ്റ്റ് എങ്കിലും നേരിടാത്ത ആരുമില്ലെന്ന് പറയുന്ന പോലെ ഈ ഒരു സാധനം പിടിച്ചിടാത്തൊരു ആരും ഇല്ലാത്തവരായി കേരളമോ അല്ലെങ്കിൽ ഇന്ത്യയോ അല്ലെങ്കിൽ മൊത്തം ജനതയോ മാറിക്കഴിഞ്ഞു. അത് നീ പറഞ്ഞ പോലെ വന്ന മാറ്റമാണ്. അതിനൊരു റെഗുലേഷനോ ഓഡിറ്റിങ്ങോ ഒന്നും ഇല്ല. സെൻസർ ബോർഡില്ല അവിടെ. എന്തോരം തെറികളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തെറി വിളിക്കുന്നത്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഇഷ്ടംപോലെ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ. വീട്ടിൽ പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ട് ചീത്ത വിളിക്കുന്നത്, കുട്ടികൾ രണ്ട് അയൽവക്കത്തെ പ്രശ്നത്തിൽ ഒരു ചേച്ചി തുണി പൊക്കി കാണിക്കുന്ന 2 വീഡിയോ എങ്കിലും നമ്മൾ കുറഞ്ഞു കണ്ടിട്ടുണ്ട്. 2 ടൈപ്പ് ഓഫ് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. അയ്യോ അവളൊന്നോ രണ്ടിനും തുണി കാണിക്കുന്നതാണ് ലിറ്ററലി അങ്ങനെ കാണിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും ആ വിഷയങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇഷ്യൂ വന്നപ്പോൾ എല്ലാവരും വന്ന് ഇതിടുന്നത് അവരുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതും നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നതും നമ്മൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിനെ തന്നെയാണ്. ഈ സിസ്റ്റത്തിന് അടി കിട്ടിയപ്പോഴാണ് നമ്മളെല്ലാവരും തിരിഞ്ഞത്. അതും തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ തിരിഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സൂയിസൈഡിന് ശേഷമാണ്. അതിനു മുന്നേ സെന്റിമെന്റ്സ് നേരെ തിരിച്ചില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ കേസിൽ തൊട്ട് മുന്നേ അപ്സ എന്ന് പറഞ്ഞൊരു കുട്ടി ഇൻസ്റ്റാഗ്രാം, ഇവരൊക്കെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റർ ആണ്, എനിക്കറിയത്തില്ല ഇവരെ കണ്ടന്റ് ക്രിയേറ്റർ കുട്ടിയാണോ അല്ല, ഒരു മാസ്ക് ഇട്ടിട്ട് KSRTC ബസ്സിലിരിക്കുന്ന പ്രായമുള്ള ചേട്ടൻ മാസ്ക് മുഖം ബ്ലർ ചെയ്ത് പുള്ളിക്കാരിയുടെ ഈ വയറും ദേഹത്തോടും ചേർന്ന് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്ത ലെവലിൽ എന്നെ ടച്ച് ചെയ്ത് ഉരച്ചുന്നുണ്ടായിരുന്നു, എന്നെ ഇങ്ങനെ തള്ളുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇട്ടു. പേരൊക്കെ പറയാതിരിക്കില്ലേ, അപ്സത ഞാൻ പറഞ്ഞു പോയി, എല്ലാവർക്കും അറിയുന്ന ആ പുള്ളിക്കാരി വിക്ടിമല്ലോ, പേര് പറയാമല്ലോ അല്ലേ. അപ്പോൾ പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ 10-10,000 ഫോളോവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഇവരൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ് ആൾക്കാർ പറയുന്നത്, എനിക്കറിയത്തില്ല. ഇപ്പോൾ എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, കുറേ പേജുകൾക്കുണ്ട് ഈ 10,000 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ അത് എന്ത് കണ്ടന്റ് ഇട്ടാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പോൾ പിന്നെ മിക്കവാറും എല്ലാവരും സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. കഴിഞ്ഞ ദിവസം ആരും ഒരു കണക്ക് പറയുന്നത് കേട്ടായിരുന്നല്ലോ, കേരളത്തിൽ ഇന്ത്യയിലെ സിനിമയ്ക്കകത്തായിരുന്നു 7 ലക്ഷം, നമ്മൾ ഒരുമിച്ച് കണ്ടതിലും പറഞ്ഞു 7 ലക്ഷം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അതിൽ 5 ലക്ഷം കേരളത്തിലാണ് ഒരു ഡയലോഗ് എവിടുന്നത് ഞാൻ കേട്ടായിട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ ശരിക്കും അതൊന്നും അല്ല കണക്ക്. കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ടെങ്കിൽ അതിൽ പകുതി ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. കാരണം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ആ ഒരു
മാനദണ്ഡം. ഇവർ കണ്ടന്റ് ഇടാൻ ആഗ്രഹിക്കുന്നത് ചെറുതായിട്ട് വീട്ടിൽ ഡാൻസ് ചെയ്യുന്നത്, കുക്ക് ചെയ്യുന്നത്, മക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഭർത്താവായിട്ടുള്ള ഇൻട്രാക്ഷൻ ഒക്കെ ഇവരിത് കട്ട് ചെയ്ത് ഇടുന്നുണ്ടെങ്കിൽ അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവർ രക്ഷപ്പെട്ടോ ഇല്ലയോ, നല്ലതാവുന്നതല്ല ആവും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ജീവിക്കുന്നത്. സോ ഈ ആൾക്കാർ ഒരു വീഡിയോ വൈറലായ ഉടനെ നമ്മൾ അവരെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആകുന്നു. റീച്ച് ചെയ്യാൻ ആഗ്രഹത്തിൻ്റെ പേരിൽ എന്തോ കാണിച്ചു കൂട്ടുമെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ വൈറലായി. ആ കുട്ടി വൈറലായത് ഇന്ന നെഗറ്റീവ് സെൻസിലാണ്. അതായത് അവള് മനഃപൂർവ്വം ഒരച്ചിട്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഒരാൾ, രണ്ട് രീതിയിൽ. ഒന്ന് മനഃപൂർവ്വം അവൾ അങ്ങോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടും അയാളുടെ മുഖം വെച്ചിട്ട് ബ്ലർഡാക്കിയാണ് കാണിച്ചത്. പക്ഷെ അയാളെ വെച്ചിട്ട് പുള്ളിയെ റീച്ച് ആക്കാൻ വേണ്ടി, ആ പുള്ളിക്കാരിയെ റീച്ച് ആക്കാൻ വേണ്ടി അവൾ ട്രൈ ചെയ്തു എന്നായിരുന്നു ആരോപണം. ആ വീഡിയോ 7-8 മില്യൺ ഓടിയതാണ്. പക്ഷെ അതിനെല്ലാം എതിരെയായിരുന്നു. ആ വീഡിയോയുടെ പർപ്പസിനെതിരെയായിരുന്നു. അവളുടെ പർപ്പസ് എനിക്ക് ഡിസ്കംഫോർട്ടായിരുന്നു. ബസ്സിൽ ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് നടക്കുന്നുണ്ടെന്നുള്ളതായിരുന്നു ആരോപണം. പക്ഷേ എല്ലാവരും അവൾക്കിത് തിരികെ അവൾ ഭയങ്കരമായ സൈബർ അറ്റാക്കിങ്, സൈബർ ലിഞ്ചിങ്ങിന് ഇരയാവുകയും ചെയ്തു. ആ ഇഷ്യൂ നടക്കുന്ന സമയത്ത് മൊത്തത്തിൽ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഇത് ചെയ്യുന്നത് മനഃപൂർവ്വം ആണുങ്ങളെ കരിവാരിത്തേക്കാനും റീച്ച് പിടിക്കാനും വേണ്ടിയാണെന്നുള്ളതാണ്. അത് ശരിക്കും തുടക്കം തൊട്ട് തന്നെയുണ്ട്. ഏറ്റവും ആദ്യം ഫേമസ് ആയത് മസ്താനിയുടെ ഇഷ്യൂ ആണ്. നമ്മൾ അന്നും ഈ ഒരു സെന്റിമെന്റ്സ് ഉണ്ട്, ഇവള് ഇത് ഹണി ട്രാപ്പ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു. ഈ അപ്സാഡ് വിഷയം നീ കേട്ടിട്ടുണ്ടായിരുന്നോ? ഇത് ഞാൻ ഫോളോ ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആൾക്കാരെല്ലാവരും ഫോളോ ചെയ്യുന്ന 1-2 ഇൻസിഡൻസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ഇതുപോലെ ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാവും. അപ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 2 വശം തർക്കവും നടക്കുന്നുണ്ടാവും. ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരു സൂയിസൈഡ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ കേട്ട ആദ്യത്തെ സംഭവം ഇതാണെന്നാണ്. പക്ഷേ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് സൂയിസൈഡിൽ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ട്. സൈബർ അറ്റാക്ക് ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ഈ വിഷയം ഡിസ്കഷൻ എടുക്കണമെന്ന് ആലോചിച്ച പല ഇൻസിഡൻസ് ഉണ്ട്. പറയാലോ, അതായത് ഇതിന് അത്ര അറ്റൻഷൻ കിട്ടിയത് കൊണ്ടാണ് ഇത് ഇത്ര ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. അത് ഏത് കേസിന്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ അബ്സാഡ് വിഷയം വന്നപ്പോൾ എല്ലാവരും അബ്സയ്ക്കെതിരായിരുന്നു. അവൾ തെറ്റ് ചെയ്തു, അവളെ നമുക്ക് ഒതുക്കണം എന്നുള്ളതായിരുന്നു അവൾക്കെതിരെയുള്ള അറ്റാക്ക്. അപ്പോൾ ആൾക്കാർ ഈ ചെയ്ത സാധനം ചെയ്തു, ഇവളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവളെ ഇട്ട് കൊടുത്തു. ഇവൾ ചെയ്ത് ഇതാണ്, അത് അവളുടെ പേജിൽ ഓടിയത് കൂടാതെ പിന്നെ ഇത് കട്ട്സ് പോകുമല്ലോ. അപ്പോൾ റിയാക്ടിങ് ആൾക്കാർ വരും, ഇവൾ ചെയ്ത് തെറ്റാണ്, ഇപ്പോൾ ഇവളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവളെ എല്ലാവർക്കും ഇട്ട് കൊടുത്തു. അവളൊന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ അവളെ ആർക്കും ഒന്നും ചെയ്തില്ലെന്നല്ല, കമൻ്റ് അടിച്ചു, പക്ഷേ അവൾ ആത്മഹത്യ ചെയ്തില്ല, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ പോയി തീർന്നു. അന്ന് തൊട്ട് എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാവരും വടിയെടുത്ത് റെഡിയായി നിൽക്കുകയാണ്, അടുത്തൊരു ഇങ്ങനെ സാധനം വന്ന് നമ്മൾ അടിക്കുക എന്നുള്ളത്. സോ ഈ ഷിംജിതയുടെ അതും പേര് പറയാലല്ലേ, പുള്ളിക്കാരി വിക്ടിം അല്ലല്ലോ. ഈ കേസിൽ പുള്ളിക്കാരി വിക്ടിം അല്ല, പേര് പറയുന്നത് കുഴപ്പമില്ലല്ലോ. പ്രതിയാണല്ലോ അല്ലേ, എരയുടെ പേര് പറയുമ്പോഴല്ലേ പ്രശ്നം. ഇവരുടെ പേരും ഐഡന്റിറ്റി ഒക്കെ ഓൾറെഡി എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞാൽ കുഴപ്പമാണ്. ഷിംജിതയുടെ പ്രശ്നം വന്നപ്പം ആൾക്കാർ സ്റ്റാർട്ടിങ് തന്നെ ആ വീഡിയോ വൈറലായി നമ്മൾ പറയപ്പെടുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ അടിയെന്ന് പറഞ്ഞാൽ അവൾക്കായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ പുറത്തു വന്നപ്പോൾ എല്ലാവരും ഷിംജിത തെറ്റുകാരിയാണെന്ന് പറഞ്ഞ ആ വീഡിയോ ഷിംജിത തെറ്റുകാരിയാണെന്നായിരുന്നു എല്ലാവരുടെയും വാദം. ഇതിനകത്ത് ഈ മറ്റേ ആൾ ആത്മഹത്യപ്പെട്ട വ്യക്തി പീഡിപ്പിച്ചെന്നോ പ്രശ്നം ഉണ്ടാക്കിയെന്നോ ഉള്ള സെൻസേഷനായിട്ടുള്ളൊരു സംഭവം അയാൾക്കെതിരെ ഒരു സൈബർ അറ്റാക്കിങ് ഒന്നും നടന്നിട്ടില്ല. ഉറപ്പാണ്. ആ വീഡിയോയുടെ അടിയിൽ ഇപ്പം നോക്കിയാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം എന്തായാലും ഏതെങ്കിലും ഒരു കമൻറ്റ് ചെയ്തിട്ട് അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മളൊരു സാധനം ചെയ്ത് അത് ബാക്ക് ഫയർ ചെയ്താൽ നമ്മൾ പോയിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യുമല്ലോ. പക്ഷെ ആ സാധനം സ്റ്റാർട്ട് ചെയ്ത സമയത്തെങ്കിലും പുള്ളിക്കാരന് സൈബർ അറ്റാക്ക് ഉണ്ടായിട്ടേ ആ വ്യക്തി അത്രത്തോളം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരാൾക്ക് വിഷമം വന്നാൽ ആത്മഹത്യ അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന സാധനം ഉണ്ടാവണമെന്നില്ല. അയാളുടെ മെന്റൽ സിറ്റുവേഷൻ എന്താണെന്നോ അയാൾക്ക് ചുറ്റുമുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ സൈബർ അറ്റാക്ക് വന്നു എന്ന് പറഞ്ഞ് മറ്റേ കൊച്ച് 2024 പെൺകൊച്ച് തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്തു. സൈബർ അറ്റാക്ക് വന്ന് 1 ലക്ഷം ഫോളോവേഴ്സൊക്കെ കാണുമായിരിക്കും അവർക്ക്. സൈബർ അറ്റാക്ക് വന്നത് പേഴ്സണൽ റീസൺസിലാണ്, കണ്ടന്റുമായി ബന്ധപ്പെട്ടില്ല. അവൾക്കൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ബോയ് ഫ്രണ്ട് ബ്രേക്കപ്പ് ആയ സമയത്ത്, ഇവളൊരു ബ്രേക്കപ്പ് ആയ സമയത്ത് ഇവളുടെ കുറ്റം കൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് സോഷ്യൽ മീഡിയ നമുക്ക് ആലോചിച്ചിട്ട് ഇതെങ്ങോട്ടാണ് പോകുന്നത്. ഇവളുടെ കുറ്റം കൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്ന് പറഞ്ഞ് അവൻ്റെ ഫോളോവേഴ്സ് ഇവളുടെ ഹേറ്റേഴ്സും ചേർന്ന് അവളെ സൈബർ അറ്റാക്ക് ചെയ്തു കമൻറ്റിൽ കൂടെ. അത് അവരുടെ പേഴ്സണൽ റീസണാണ്, നമ്മളെ സംബന്ധിച്ച് ബാധിക്കുന്ന വിഷയം പോലുമല്ല, അവളുടെ കണ്ടന്റിൻ്റെ ബേസിലല്ല, അവളുടെ പേഴ്സണൽ കാര്യത്തിലുള്ള ചോയ്സിൽ അവളുടെ ബ്രേക്കപ്പിന് റീസൺ അവളാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ സൈബർ അറ്റാക്ക് ചെയ്യുകയും അടുത്തൊരു മാസത്തിനകത്ത് അവൾ ആത്മഹത്യയും ചെയ്തു. ആ വിഷയത്തിൽ കേസിൽ പുള്ളിക്കാരൻ പ്രതിയാണ്, പോക്സോ കേസാണ്. കാരണം അവൾക്ക് മരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ ഇഷ്യൂ നടക്കുന്ന സമയത്തൊക്കെ 17 വയസ്സേ ഉള്ളൂ, 18 ജസ്റ്റ് ആവുന്നേ ഉള്ളൂ. പോക്സോ കേസിൽ പ്രതിയാക്കി അവൻ 20 വയസ്സും കണ്ടേ ഉള്ളൂ. ആ പയ്യനകത്ത് പിന്നെ അതിൻ്റെ റിസൾട്ട് എനിക്കും അറിയത്തില്ല. 24 നടന്ന് ഞാൻ ഫോളോ ചെയ്യുന്നില്ല, അപ്പം നമുക്കറിയത്തില്ല അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു. ആ കേസിൽ സൈബർ അറ്റാക്ക് ഒന്നും ആത്മഹത്യ ചെയ്യണോ എന്ന് എനിക്ക് വേണേൽ ചോദിക്കാം. അവിടെ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ, മെസ്സേജിൽ കൂടെ തെറി പറഞ്ഞ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ചോദിക്കാം. എനിക്ക് ഉറപ്പാണ് പുള്ളിയെ ഉറപ്പായിട്ടും സ്ലാൻഡർ ചെയ്ത ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഈ ഇൻസിഡന്റിന് ശേഷം കമന്റ് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കളഞ്ഞ ആൾക്കാർ എന്തായാലും ഉണ്ടാവും. എടാ ഇതിലിപ്പോ നീ പറഞ്ഞ പോലെ ഒരു
ബൾക്കൊരു നെഗറ്റീവ് ഇത് വരണ്ട. നെഗറ്റീവ് കമന്റ്സ് 10 വന്നാൽ മതി. അതും ഞാൻ പറയട്ടെ, ആ സ്പേസിൽ ഇല്ലാത്ത ഒരാളാണ്. അതായത് ആള് റെഗുലർ കണ്ടന്റ് ഇട്ട് തെറി കേൾക്കണ ഒരാളെന്നാവില്ല. ആളെ പറ്റി ആദ്യമായിട്ട് ഒരു വീഡിയോ വരുന്നുണ്ടാവും ഒരു ഇങ്ങനത്തെ ഒരു സ്പേസില്. അത് കഴിഞ്ഞിട്ട് അതില് 2 കമന്റ് മതി പൊട്ടാ. ഇയാൾക്ക് തോന്നുന്നു പുറത്തുള്ള ലോകം മുഴുവൻ അയാൾ ഒരു കമന്റ് പോലും കണ്ടിട്ടുണ്ടാവില്ല. അയാൾ ഒരു കമന്റ് പോലും കണ്ടിട്ടുണ്ടാവില്ല. അയാൾ എന്താ കണ്ടിട്ടുണ്ടാവും അറിയാമോ? അയാൾ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ, അല്ലെ അയാളുടെ മാമൻ, അല്ലെ അയാളുടെ ഒരു പെങ്ങള്, എടാ ഇത് കണ്ടോ നിന്നെ വെച്ചോണ്ടൊരു വീഡിയോ വന്നെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മെസ്സേജ് അയക്കും. അയാളത് നോക്കുന്ന തൊട്ട് പുറകെ അടുത്ത മെസ്സേജ് വരും, എടാ ഇത് നീയാണോ എന്ന് ചോദിച്ചോണ്ട്. എടാ നീയാണോ, അയാളൊരു 10 മെസ്സേജ് ഇതാ കാണുന്നത്. അയാൾ ഒരു കമൻറ്റ് പോലും നെഗറ്റീവ് കണ്ടിട്ടില്ല. അയാളെ സംബന്ധിച്ച് അയാൾ ഉണ്ടാവുകയില്ല, കമൻറ്റ് കണ്ടിട്ടുണ്ടാവുകയില്ല. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം അയാളെ അറ്റാക്ക് ചെയ്തു. ഇതാ സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക. നമുക്ക് ശരിക്കും പുള്ളി എന്തിനാ ആത്മഹത്യ നമുക്കും അറിയത്തില്ല, പോയി നമുക്കത് തിരിച്ചാൽ മതി. പക്ഷെ ഞാൻ ഒരു ഊഹം പറയുക, അയാൾ കാരണം ഒന്ന് നെഗറ്റീവ് കമന്റ് കാണാൻ സാധ്യത കുറവാണ്. അറ്റാക്ക് മൊത്തം ഷിംജിതക്കെതിരെ. അങ്ങനെ ഒരു വീഡിയോ കണ്ട അതിന് താഴെ ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ടാവില്ലോ. അല്ല നെഗറ്റീവ് അല്ലെങ്കിൽ പോലും അടുത്തുള്ളവർ പറയില്ലോ. അവര് നെഗറ്റീവ് ആയിട്ടുള്ള ഇപ്പം ഞാൻ പറയില്ലേ, എനിക്ക് മെസ്സേജ് അയക്കാത്ത ഒരുപാട് പേര് എനിക്ക് സൈബർ അറ്റാക്ക് എനിക്ക് മെസ്സേജ് അയക്കും, അളിയ ഇത് കണ്ടു. ആൾക്കാർക്ക് സുഖമാണ്. ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് സൈബർ അറ്റാക്ക് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഇവർ അറിയിക്കും. അത് പല രീതിയിലാണ്. അപ്പോൾ അളിയ എൻ്റെ എത്രയോ നല്ല വീഡിയോസ് വൈറലായിട്ടുണ്ട്. എനിക്ക് ഇന്നേ വരെ ഒരുത്തനും അളിയ അതിന്റെ വീഡിയോ 1 മില്യൺ അടിച്ചെന്ന് പറഞ്ഞ് അയച്ചിട്ടില്ല. പക്ഷേ സൈബർ അറ്റാക്ക് നടന്ന സമയത്ത് ഒരുപാട് പേര് അളിയ ഇത് കണ്ടോ. ഇയാൾക്ക് അയച്ചു കൊടുത്തില്ലെങ്കിലും ഇപ്പോഴത്തെ അമ്മാവൻ ഗ്രൂപ്പ് ചിലപ്പോൾ ഇവരുടെ ഫാമിലിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ഇത് നമ്മുടെ മോനല്ലേ ഇഷ്ടംപോലെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ എനിക്ക് ശരിക്കും ഒരു വീഡിയോയിൽ ആ വീഡിയോ എടുത്ത ആള് കാരണം മാത്രമാണോ നമ്മളൊരാൾ ആത്മഹത്യ ചെയ്യുന്നത്? ഒരു വീഡിയോ എടുത്തു, ആ വീഡിയോ എടുത്ത ഒരാൾ കാരണം മാത്രമാണോ? എല്ലാം അതും എല്ലാ ആത്മഹത്യകളും ഒരു ഒറ്റ പോയിന്റിലുള്ള കാരണമല്ല, അത് സൊസൈറ്റിയുടെ അതൊരു കളക്റ്റീവ് സംഭവമല്ലേ. പക്ഷേ അറിയില്ലല്ലോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് അറിയില്ല. അപ്പൊ നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്നുള്ള ഒരു വികാര തള്ളിച്ചയുടെ പുറത്ത് ആയിരിക്കാം. അത് ഞാൻ ഇയാളുടെ കേസ് എന്ന് പറയുന്നില്ല, ചിലപ്പോൾ പലരുടെ കേസ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. നമ്മൾ നിന്ന് ഈ പോയിന്റിൽ വർത്താനം പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഫേസ് ചെയ്ത് പരിചയമുണ്ട്, ഇത് ഹാൻഡിൽ ചെയ്ത് പരിചയമുണ്ട്. ഇത് പുതിയതായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു സാധനം വരുമ്പോൾ ആദ്യം ഫീൽ ചെയ്യുന്ന സാധനം പുറത്തേക്ക് ഇറങ്ങിയ നാളെ ലോകം ഇയാളെ എങ്ങനെ നോക്കും, ഇയാളുടെ ജോലി സ്ഥലം, ഇയാൾ എന്താ വർക്ക് ചെയ്യണമെന്ന് എനിക്കറിയാം. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഇമേജ് ആ ഒരു സാധനം എങ്ങനെ ഫേസ് ചെയ്യും. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ സൂയിസൈഡിനും കാരണം സൊസൈറ്റി അല്ലേ? അത് പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. അല്ലാണ്ട് ലോകത്ത് ഒരാൾ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കേസിലും ഒരാളെ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമുക്ക് എപ്പോഴും ഒരാളെ പിടിക്കുന്നത്. സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റിനെ അങ്ങനെ എന്താ പറയുക ഒരു സാധനമാക്കി വെച്ചിട്ട് ഇതാണ് എല്ലാത്തിനും കാരണം അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. എല്ലാത്തിനും പ്രശ്നം സൊസൈറ്റി, അതൊരു കണ്ടീഷനിങ് വരുന്ന സൊസൈറ്റി എന്നാണ്. അതുകൊണ്ട് സൊസൈറ്റി എല്ലാത്തിനും ഉത്തരവാദി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അല്ലേ, അങ്ങനെ ആ റെസ്പോൺസിബിലിറ്റി സൊസൈറ്റി എടുക്കണ്ടേ? ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരാള് സൊസൈറ്റി പിടിച്ച് ജയിലിൽ ഇടുക, അത് പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഷിംജിതയെ ജയിലിലിട്ടേക്കുന്നത്. കാരണം അതിന്റെ മൂല കാരണം എന്ന് പറഞ്ഞൊരു സാധനത്തിന്, അതായത് അതിനകത്ത് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല മറ്റേതിന്. അങ്ങനെ നിങ്ങൾ ലോ സിസ്റ്റത്തിന് എടുത്തു കഴിഞ്ഞാൽ അതാണ് ലോ ഓഫ് മാസസ്, അത് തെറ്റിക്കുന്ന കുറച്ച് ആൾക്കാർ. ഏത് അവരാണല്ലോ നമ്മൾ ജയിലിലിടുന്നത്. അതായത് ഒരു കൺസെൻസസ് ഉണ്ട് ഈ ലോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, കുറച്ച് പേരൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല, നീ ഇവിടെ പോയി കിടക്കി, ഇതല്ലേ പരിപാടി. അപ്പൊ സൊസൈറ്റി അല്ലേ പേര്. അത് വേറെ പോയിന്റ്, ഞാനതും പറയാറുണ്ടല്ലോ. ഈ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജയിലാണ്. ഈ സത്യം പറഞ്ഞാൽ ഈ നിയമം ആരാ ഉണ്ടാക്കിയത്? നമ്മള് മെൻസ് കമ്മീഷനിൽ നിന്ന് ഒരുപാട് വേറൊരു സാധനം മൊത്തം ആണുങ്ങളാണ് ഉണ്ടാക്കിയതിലോട്ടാണ് വരുന്നത്. ഈ സാധനം ഞാൻ വേണ്ടെന്ന് പറയുന്നത്, എനിക്കറിയാം എന്തൊക്കെ ഉണ്ടാക്കിയാലും ഇപ്പൊ മെൻസ് കമ്മീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ അവർക്ക് വേണ്ടി ആരൊക്കെ സംരക്ഷിക്കും. അതായത് ഇതിലിപ്പോ ജുഡീഷ്യറിയുടെ ഏതൊരു നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ രാഹുൽ ഈശ്വർ വന്ന് സംസാരിക്കുന്ന പ്രധാന പോയിന്റുകളിൽ ഒന്ന് ഈ പോക്സോ തന്നെയല്ലേ, പോക്സോയില് വരുത്തേണ്ട ഭേദഗതികളാണ് ആള് പറയണ കുറച്ച് കാര്യങ്ങൾ. അതായത് ആ നിയമത്തിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. റേപ്പും പറയുന്നുണ്ട്, ഐഡന്റിറ്റി പുറത്തു വിടാതിരിക്കുക. ഞാൻ കഴിഞ്ഞ മുന്നേറ്റ് സംസാരിച്ചപ്പോ ഏതൊരു ഹൈക്കോർട്ട് അത് ശരി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 16-17 വയസ്സുള്ള കുട്ടികളാണ് അവര് തമ്മിൽ, അതായത് ബോർഡർ ടു 18 അവർ തമ്മിൽ ഒരു കൺസെൻഷ്വൽ ആയിട്ടാണ് സെക്സ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് കൂട്ടേണ്ട കാര്യമില്ല. അങ്ങനെ
ഓക്കെ. പക്ഷെ അങ്ങനത്തെ ആ കേസിന്റെ നേരെ തിരിച്ച് അത് ഇവിടെ വന്നിട്ടുള്ളതല്ല, നമ്മുടെ സ്റ്റേറ്റിൽ വന്നിട്ടുള്ള വിധിയല്ലേ ഈ പറയുന്നത്. നമ്മുടെ സ്റ്റേറ്റിലല്ല, പക്ഷെ അത് നമുക്ക് സൈറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു വിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാദിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ അവിടെ കുറെ പേര് ഈ പറഞ്ഞ പോലെ അകത്ത് കിടക്കുന്നുണ്ട്. പണ്ടത്തെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, പിന്നീട് പുറത്തിറങ്ങിയ അവന്റെ ഒക്കെ കേസ്, അതായത് കാമുകന്മാരായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് ഇവരെ പൊക്കിയപ്പോ എന്തായി കേസ്, അത് എനിക്ക് തോന്നുന്നു വീട്ടുകാർ കേസ് കൊടുക്കണ്ടെന്നുണ്ട്, സ്വമേധയാ കേസ് എടുക്കാന്നുണ്ട്. 18 താഴെയാണ് എന്താ സ്വമേധയാണ്. അപ്പൊ പിന്നെ ഇവര് പോലെ അറിയാണ്ട് അല്ല, പക്ഷെ അതായത് ആ നിയമത്തിൽ ഒരു ഭേദഗതി വേണമെന്നുള്ളത് ഇയാളെ അവിടെ കബളിപ്പിക്കുന്നുണ്ടോ? ഇയാളെ അതായത് പെൺകുട്ടി പറയണ ഞാൻ 18 മേളിലാണ് എന്റെ പ്രായം എന്ന് പറഞ്ഞിട്ടാണോ? അല്ല, അതോ അപ്പൊ ഇയാൾക്ക് അറിയാം ഈ പെൺകുട്ടി പറഞ്ഞാൽ ചിലപ്പോ 12 വയസ്സ്. ഇവര് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 16 വയസ്സും 15 വയസ്സിലും ഇവര് പ്രണയത്തിലായി. ഒരു ഇയാൾക്ക് 18 വയസ്സായി, ഇവിടെ 17 വയസ്സാണ്. കൺസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ 25 വയസ്സുള്ള ഒരാളും 12 വയസ്സുള്ള എന്താണ് കൺസെൻസ് എന്ന് പറയുന്നത്? ഈ കൺസെന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അത് എന്തെടുത്താലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏതൊരു ഒപ്പീനിയൻ എനിക്കത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള പെൺകുട്ടിയുടെ അതാണ് നിയമവ്യവസ്ഥിതി പറയുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ആണുങ്ങൾ മാത്രമാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം പറയുന്നത്. അതുകൊണ്ട് ആണുങ്ങൾക്കും കമ്മീഷൻ വേണം എന്നാണ് പുള്ളി പറയുന്നത്. കമ്മീഷൻ ഫോർ മെൻസ് റൈറ്റ്സ്, ഓക്കെ, അത് അതിനെന്താ കുഴപ്പം? ബേസിക് ബയോളജിയിൽ മാനിപ്പുലേഷൻ ഉള്ളതാണ്. മാനിപ്പുലേറ്റ് ചെയ്യാൻ ആകർഷിക്കാൻ പറ്റില്ല. അത് ശരിക്കും സ്ത്രീകൾ മാനിപ്പുലേറ്റേഴ്സ് ആണ് ജോൺ. അല്ല, ഞാൻ പറഞ്ഞ പുരുഷന്മാരാണ്. അല്ലാണ്ട് അല്ല, അങ്ങനെ കഴിഞ്ഞാൽ എല്ലാവരും മാനിപ്പുലേറ്റേഴ്സ് ആണ്. മാനിപ്പുലേഷനിലാണ് ഇത് ഓടുന്നത്, ലോകം ഓടുന്നത് മാനിപ്പുലേഷനിലാണല്ലോ. അല്ല, നിങ്ങൾ അതിന് മാനിപ്പുലേഷൻ, നീ റിയൽ റിൻഷായിട്ട് പുറത്തിറങ്ങി നോക്കി നിനക്കൊരു എണ്ണയെ കിട്ടില്ല. റിയൽ ആയിട്ട് തന്നെ എല്ലായിടത്തും നിന്നിട്ടുള്ളൂ, മനസ്സിലായോ? അതുകൊണ്ടാണ് നിനക്ക് പെണ്ണ് കിട്ടാത്തത്. അതന്നെ ജോണ് പറഞ്ഞത്. എടാ എനിക്ക് നീ പറഞ്ഞല്ലോ റിൻഷ, നീ പറഞ്ഞ സാധനം മാനിപ്പുലേഷൻ നീ നെഗറ്റീവ് സെൻസിൽ എടുക്കുന്നതുകൊണ്ടാണ്. ശരിക്കും മാനിപ്പുലേഷൻ ഇല്ലാതെ നീ എങ്ങനെ നടത്തുന്നത്? നീ ഷോ സെല് ചെയ്യുന്നത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് സെല് ചെയ്യുന്നത്. എങ്ങനെയാ? ഞാൻ ഉള്ള ഫാക്ട്സ് പറയും, ഇത് വേണമെങ്കിൽ എടുത്തോ അല്ലെങ്കിൽ പൊക്കോ. അല്ല, എല്ലാ സാധനങ്ങളും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തത്. നീ ഷോ ബിസിനസ് മാനിപ്പുലേഷനിലാണ് പോകുന്നത്. ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഷോ സെല് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ഏത് ജോലി എടുത്തോ എല്ലാം എടാ അതന്നെ പറഞ്ഞ നീ അതിനെ നെഗറ്റീവ് സെൻസിൽ എടുക്കുന്നത്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് കോണോട്ടേഷൻ. അത് ആരെ കൊണ്ടുവന്ന് നെഗറ്റീവ് മാർക്കറ്റിംഗ് എല്ലാം നടക്കുന്ന മാനിപ്പുലേഷനിലാണ്. ആണ്. പിന്നെ മാനിപ്പുലേഷൻ നെഗറ്റീവ് ആണോ? മാനിപ്പുലേഷൻ നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ അതിന്റെ റിസൾട്ടായിട്ട് വലിയൊരു ട്രാജഡി നടക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് മാത്രമേ മാനിപ്പുലേഷൻ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമ്മള് അല്ല, നീ ചോദിച്ചത് അതായത് കൺസെന്റ് ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തെടുത്ത് കൊണ്ടുവന്നതാണോ? ഇതിപ്പോ ഈ പെൺകുട്ടിയുടെ വീട്ടില് കട്ടിന്റെ അടിയിൽ നിന്ന് ചെക്കനെ പിടിക്കുന്നത്, ഇതില് കൺസെന്റ് കിട്ടി. ശരിക്കും നമുക്ക് ഫ്രണ്ട് ഡോറി കൂടെ കയറാൻ പറ്റാത്തതുകൊണ്ടല്ലേ കട്ടിലടിയിൽ നിന്ന് പിടിക്കേണ്ട ആവശ്യം വരുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഫ്രണ്ട് ഡോറി കൂടെ കയറ്റി വിടണം സത്യത്തിലല്ലേ? നീ ആലോചിച്ചേക്ക്, നമ്മുടെ എനിക്ക് കുട്ടികളില്ല, ഞാൻ പറയാൻ പാടില്ല. അപ്പൊ എന്റെ ടീനേജറായ മോള് അവളുടെ ടീനേജറായ ബോയ് ഫ്രണ്ട് വരുമ്പോൾ എനിക്ക് ഡോറ് തുറന്ന് കയറ്റി വിടാൻ പറ്റുവാണെങ്കിൽ എനിക്ക് കട്ടിലടിയിൽ നിന്ന് പോയി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാണല്ലോ ജോൺജോ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളും ബോക്സ് ഓഫീസിലെ പ്രതിയാ. ഞാൻ ഒന്നുകൂടെ പറയാതെ ജോൺജോ, ഇന്നത്തെ ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലെങ്കിൽ ഈ വിപ്ലവ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായിരുന്നു നമ്മുടെ കാലഘട്ടത്തെങ്കിൽ നമ്മുടെ സമയത്തും ബോക്സ് ഓഫ് കേസുകളുടെ എണ്ണം കൂടി തന്നെ. ഈവൻ ഞാനോ ജോണോ ഒക്കെ അതിനകത്ത് ചില പെടേണ്ട ആളുമാണ്. നമ്മുടെ ഞങ്ങളെ പറഞ്ഞു ജോൺസ് 33 വയസ്സുവരെ കന്യകനായിരുന്നു. പക്ഷേ എനിക്ക് വിശ്വാസം അത് ജോൺ അത് ജോണെ പ്രൊഫഷണൽ. എടാ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, നമുക്ക് അവിടെയൊക്കെ വെച്ചാൽ ഒരു എഴുത്തെഴുതി കൊടുക്കണം എന്നുള്ള സിറ്റുവേഷനും ഫോൺ വിളിക്കുകയാണെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള സിറ്റുവേഷൻ മാറി ആള് സ്വന്തം പഠിക്കാൻ വേണ്ടിയുള്ള ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് റൂമിനകത്തിരിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. പിന്നെ അവർക്ക് വലിയൊരു ഇന്റർനെറ്റ് വേൾഡ് വൈഡ് ആക്സസ് ഉണ്ട്. സോ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. അവർക്ക് ഇതിന് ടാബൂസ് ചിന്തയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് റിലേഷൻസിന്റെ ആ ബന്ധങ്ങളുടെ എന്താ പറയുന്നത്, സോക്കോൾഡ് സൊസൈറ്റി നിർവചിച്ച അതിർവരമ്പുകൾ ലംഘിക്കപ്പെടാം. ഈ അതിർവരമ്പുകൾ സൊസൈറ്റി നിർവചിച്ചതായതുകൊണ്ടാണ് ലംഘിക്കപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നോർമലി ഒരു നേച്ചർ കോൾ ആണല്ലോ ഇത്. നമുക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുന്നത് പോലെ സെക്സ് ചെയ്യാൻ തോന്നുക എന്നുള്ളത്
ഒരു നേച്ചർ കോൾ തന്നെയാണ് അത്. ഓരോരുത്തർക്കും ഓരോ ഏജ് വരും. ചിലപ്പോൾ 8 വയസ്സിലായിരിക്കും, 10 വയസ്സിലായിരിക്കും. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഏജിന്റെ ബാർ കിടക്കുന്നതുകൊണ്ട് ഇത് കഴിഞ്ഞ് നടക്കാൻ പാടുള്ളൂ എന്ന് വെച്ചേക്കുന്നത്, ആരോ വെച്ചേക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ 18 പിടിക്കുന്നത്. അപ്പോൾ ഈ സാധനം നേരത്തെ പറഞ്ഞ കേസിൽ 16 വയസ്സ് 15 വയസ്സ് കണ്ടു, പിന്നെ ഒരു വർഷം 2 വർഷം കഴിഞ്ഞാൽ സെക്സ് നടക്കുന്നത് വിചാരിക്കുക. അപ്പോൾ ഒരാൾ 18 പക്ഷെ മറ്റേ 17 നിൽക്കുമ്പോൾ വീട്ടുകാർ പിടിച്ചാൽ പോക്സോ കേസാണ് ഇന്നത്തെ സിറ്റുവേഷനിൽ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കേസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കേസാണ് അത്. പോലീസുകാർ അറിയുന്നത് എങ്ങനെയാ? അറിയും. ഇത് വീട്ടിൽ കള്ളൻ കയറിയെന്ന് പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോ ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ല, പക്ഷെ വീട്ടുകാർ വെറുതെ ടീച്ചർമാർ റിപ്പോർട്ട് ചെയ്യുന്ന കേസ്. അതിന് ഇപ്പൊ പക്ഷെ ടീച്ചറിന്റെ അടുത്ത് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത് എങ്ങനെയാ? കൗൺസിലിംഗ് ഉണ്ട് പിള്ളേർക്ക്. ഈ സാധനം എങ്ങനെ വരുന്നേ? നോർമൽ അത് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ചില ബുദ്ധിമുട്ടൊന്നും വരണമെന്നില്ല. ഇപ്പൊ നിന്റെ അടുത്താണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു ഇന്റർകോഴ്സ് കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു കുറ്റബോധമായിരിക്കും ഉണ്ടാവാൻ സാധ്യത. പൊതുവെ ഈ കുറ്റബോധത്തിനെ പണ്ട് ആൾക്കാർ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒന്നുകിൽ ചർച്ചിൽ കൊണ്ടുപോയി കൗൺസിലിംഗ് നടത്തും, തെറ്റാണെന്ന് ബോധിപ്പിക്കും. പിന്നെ അവരെ സംബന്ധിച്ചുള്ള സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ മോശം സാധനമാണെന്ന് പ്രൂവ് ചെയ്ത് ഓൺലി ഫോർ കുട്ടികൾ. ഇനി ഇത് അടുത്ത സാധനം വേറെ ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കേണ്ട സാധനത്തിൽ ആ ഇരിക്കുന്ന ആളുടെ ഒരു ഇതുണ്ടല്ലോ, ബോധം എന്നൊക്കെ പറഞ്ഞ സാധനം, അതനുസരിച്ച് ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പോഴും ചിലപ്പോൾ പിള്ളേർക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ റെഗുലറായിട്ട് കൗൺസിലിംഗ് ഒക്കെ നടക്കുന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. സെക്ഷൽ എഡ്യൂക്കേഷൻ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വിർജിൻ ആണെന്ന് ചോദിച്ചാൽ അവർ അല്ലെന്ന് ചിലപ്പോൾ പറയും, അവർക്ക് ധൈര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇരിക്കുന്ന കൗൺസിലർ ടീച്ചർ എന്ത് വിചാരിക്കും? ചോദിക്കും സ്വാഭാവികമായിട്ട്. അതെന്താണെന്ന് അറിയണമല്ലോ. ടീച്ചറിന്റെ കോളാണ് അത് എന്ത് ചെയ്യണം. അവിടെ എനിക്ക് തോന്നുന്നില്ലല്ലോ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്റെയും ജോണിന്റെയും ഒക്കെ പ്രായത്തിലുള്ള ആൾക്കാരാണല്ലോ പഴയ ജനറേഷൻ. അങ്ങനത്തെ ഒരു ടീച്ചറിന്റെ അടുത്ത് കുട്ടികളെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നുള്ളത്. എങ്ങനെയാണ് ഇത് ഓപ്പൺ അപ്പ് ആവാതിരിക്കുന്നത്? ആൾക്കാർ നമ്മൾ അടിച്ച് പറയിപ്പിക്കാറുണ്ട് ടീച്ചർമാർ പല കാര്യങ്ങളും. ഇതൊക്കെ പറയുന്ന പഴയ കാലഘട്ടം. ഇപ്പോഴത്തെ എനിക്ക് സിറ്റുവേഷൻ അറിയത്തേയില്ല. പഴയ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനകത്ത് വല്ലാതെ പെട്ടുപോയിരിക്കുന്നത്. ഉദ്ദേശം എന്താ വെച്ചാൽ ഇനി കാലം പോകുന്നതിനനുസരിച്ച് ഇതിന്റെ ബൗണ്ടറീസ് മാറിക്കൊണ്ടിരിക്കും. അത് നിയമത്തിലും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. സാധനങ്ങൾ നിയമത്തിലും ചേഞ്ച് വരുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ മെൻസ് കമ്മീഷന്റെ ആവശ്യം അവിടെ ഇല്ല. എനിക്ക് എന്തിനൊരു കമ്മീഷന്റെ ആവശ്യം ഇത് നിനക്ക് തോന്നിയില്ലേ? നീ കമ്മീഷനിലുണ്ടോ? ഇല്ല. നീ ഉണ്ടോ? നമ്മളെല്ലാരും പറഞ്ഞത് ഇപ്പൊ അത് മാറ്റണം എന്നല്ലേ? അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഒരു കമ്മീഷൻ എന്നൊക്കെ കേട്ടപ്പോ ഇരിക്കട്ടെ ഒരു സാധനം. ഈ കമ്മീഷൻ വേണമെന്ന് പറയുന്നവരുടെ ആവശ്യം പലപ്പോഴും വരുന്നത് സൊസൈറ്റി മൊത്തത്തിൽ മെജോറിറ്റിയിലും വേണ്ട എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അയാളിൽ തെറ്റുകാരനാണെന്ന് വിശ്വസിക്കുന്ന കേസിലാണ് ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചർച്ച വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പി നാരായണൻ ആ ISRO കേസിൽ നിന്ന് പുറത്തു വരുന്ന സമയത്തായിരുന്നു ഇത് വന്നത്. ഇയാൾക്ക് വേണ്ടിയാണ് ഇത് ആരോപണം മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അത് തർക്കം ഉണ്ടാവില്ല. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ സവാദിന്റെ KSRTC ഇഷ്യൂ നടക്കുമ്പോഴും നമ്പി നാരായണന് വേണ്ടിയിട്ട് മെൻസ് കമ്മീഷൻ വന്നിട്ടില്ല. ആൾക്കെതിരെയുള്ള ആരോപണം അതായത് ഒരു സ്ത്രീ, അതായത് ഒരു ചാര വനിത വന്നിട്ട് പുള്ളിയെ സെഡ്യൂസ് ചെയ്ത് ഇന്ത്യയുടെ രഹസ്യങ്ങൾ എനിക്കിപ്പോഴും അതിന്റെ സത്യം നമുക്കറിയത്തില്ല. നമ്മളിപ്പോ അതിലൊരു സത്യമില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, അത് 20 വർഷം മുന്നേ പറയുമ്പോൾ സത്യം ഉണ്ടായിരുന്നല്ലോ അതില്? ഇല്ല, അന്നും സത്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആര് പറഞ്ഞു? അവിടെ അത് കേസ് പ്രൂവ് ചെയ്തിട്ട് സത്യത്തിൽ നമുക്കറിയില്ല എന്നല്ല. ഞാൻ എപ്പോഴും നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഒരു സാധനം ഔട്ട്കം വന്നാലും ഞാൻ പറയുന്നത് എനിക്കറിയില്ല, ഇതാണ് കോടതി വിധി. അയാളുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ല, അതില് വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഒരു 4-5 പേപ്പറിൽ ഇങ്ങോട്ട് ചോർത്തിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനം അല്ല. ഞാൻ ടെക്നോളജി വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, അയാളുടെ ബുക്കിൽ ഞാൻ തെറ്റുകാരനായെന്ന് എഴുതത്തില്ല എന്നുള്ളതാണല്ലോ. അതുപോലെ തന്നെ വേണ്ട, അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ട്. ഒരു ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തിനെ വേറൊരാൾക്ക് ഒറ്റ കൊടുക്കുക എന്ന് പറയുന്നത് ഇതിന്റെ ഡിസൈൻസോ സാധനങ്ങളോ പേപ്പറോ വഴി അങ്ങോട്ട് കൊടുത്തു വിടുന്നതല്ല. അത് ഒരു അല്ലല്ല, ഇവിടെ നിന്ന് ഒരു ടീം, ഒരു സെറ്റ് ഓഫ് എഞ്ചിനീയേഴ്സും ഇത്ര ആൾക്കാരും ഫ്രാൻസിൽ പോയി അവിടെ നിന്ന് എക്വയർ ചെയ്ത അറിവാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് ഈ സംഭവം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു വിടാൻ പറ്റില്ല. ഇത് എക്സ്പീരിയൻസിലും ഇതിലും ഉണ്ടാക്കിയെടുത്തൊരു സംഭവം വരും. ഇത് അയാളെ പിടിച്ചകത്തിട്ടോടുകൂടി ഇത്രയും കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. 25 കൊല്ലം പിന്നിലേക്ക് ആ സാധനത്തിനെ പിടിച്ചു എന്നല്ലാണ്ട് അതിൽ വേറെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അത് ആ സിനിമയും ആ ബുക്കും ഭയങ്കര, എനിക്ക് ആ സിനിമ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഇവിടെ ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാധനത്തിനും ഒരു വെൽ നറേറ്റിംഗ് സാധനം വന്നാൽ എല്ലാവർക്കും അതാണ് അതിന്റെ കാര്യം. എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ കാണുന്ന പുള്ളി തെറ്റുകാരനാ ശരിയാണ് എനിക്കറിയത്തില്ലെന്നാണ് എന്റെ എപ്പോഴും പോയിന്റ്. എനിക്കറിയാം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ. അതിനകത്ത് അത്രേ ഉള്ളൂ. നമുക്ക് അയാളുടെ പുസ്തകം അങ്ങനെ
ഇപ്പൊ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾക്ക് ആധികാരികമായിട്ട് അത്രേ ഉള്ളൂ. പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ- ബാക്കി എല്ലാ ഇതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഒരാൾക്ക് വേണ്ടി ശക്തമായിട്ട് വാദിക്കുന്നത് എതിർക്കുന്നതിന് അർത്ഥമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏത് കോടതി എടുത്തേക്കുന്ന മുടിവുകളോട് തീരുമാനങ്ങളായാലും അതിനെ കുറിച്ചൊക്കെ സ്പെക്കുലേഷൻസ് പറയാനേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ പറയുന്ന ഒരു സാധനം വെച്ച് കോടതി തന്നെയാണ് പറയുന്നത്. അതായത് ഇയാളെ കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലെന്നോ കണ്ടെത്തുകയല്ല പലപ്പോഴും ചെയ്യുന്നത്. ഇയാൾ കുറ്റക്കാരനാണെന്ന് കാണിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, സാഹചര്യ തെളിവുകളുടെ കുറ്റക്കാരനാണെന്ന് ക്രിമിനേറ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇതാണ് കോടതി ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ചൂഴ്ന്നു നോക്കാനോ തുറന്നു നോക്കാൻ സിസ്റ്റം ഇല്ല. പലപ്പോഴും വളരെ റെയർ കേസുകളിൽ ജുഡീഷ്യറിയുടെ ഒരു ഇതാണ്. അതായത് 1000 അതുകൊണ്ട് അത്രയും പക്ഷേ എന്നിട്ടും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോഴോ അപ്പൊ നമ്മൾ ഈ റേഷ്യോ ഉണ്ടത് 1000 അല്ലേ? 1,00,000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും അല്ലെ അങ്ങനെ ആയിരുന്നുണ്ട്. 1,00,000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും. ഇയാളുടെ കേസിൽ എന്താണെന്ന് അറിയാം, സംവിധാനയുടെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ നമുക്കും എനിക്ക് അയാളുടെ കേസ് അല്ല അയാളുടെ ഞാൻ ഈ പറയുന്ന പോലത്തെ ആളുടെ ബുക്കിലുള്ള വായിക്കുമ്പോ നമുക്ക് തോന്നണായിരുന്നു ഞാൻ ദിലീപേട്ടനെ പിടിക്കാം. അല്ല അതല്ല ഞാൻ പറയണേ. ഇവിടെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഒരാളാണ്. ഇയാളുടെ കാഴ്ചപ്പാടിന് മാത്രം ഫോളോ ചെയ്ത് ആ സാധനത്തിൽ പോണ ഒരാളാണ്. അങ്ങനെ പോണ ഒരാൾക്ക് ഇതൊരു ജോലിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത ആളായിരിക്കും. ഒരു സ്ഥാപനത്തിൽ പാഷനോട് കൂടി വർക്ക് ചെയ്യണതും 5 മണിക്ക് വന്ന് അല്ല 9 മണിക്ക് വന്ന് 5 മണിക്ക് പോകണം എന്ന രീതിയിൽ വർക്ക് ചെയ്യണവരും അല്ലെങ്കിൽ ആശയപരമായിട്ട് സെയിം അല്ലാത്ത കോൺഫ്ലിക്റ്റ് ഉള്ളവരും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞങ്ങളുടെ ഒരു കോളേജിൽ ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് മനുഷ്യനാണ്. ആള് പറപ്പിക്കും, എല്ലാ സാറുമാർക്കും പേടിയും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്കും ആളെ ഇഷ്ടമല്ല ഇയാൾ ഈ പറപ്പിക്കലും ഇത് ചെയ്യണ കാരണം. പക്ഷെ അയാൾ അവിടെ നിന്ന് മാറിയതിന് ശേഷം ആ കോളേജിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇയാൾ ഇത് ഈ സ്ട്രിക്റ്റ് ആയി പിടിച്ചപ്പോഴാണ് ഇത് മുന്നോട്ട് പോയിണ്ടിരുന്നത്. ബേസിക്കലി ആളാർക്കും ഇഷ്ടമല്ല, പക്ഷെ ആളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ പറഞ്ഞ പരിപാടിന് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇയാളുടെ കേസിൽ എനിക്ക് നിനക്ക് തോന്നി അങ്ങനെ സാധനം. അപ്പൊ ആൾക്കാർക്ക് ആ കേസിൽ ചിലപ്പോൾ ആൾക്കാർക്ക് 2 അഭിപ്രായം കാണുമായിരിക്കും. ഇപ്പം അന്നത്തെ പോലീസ് മേധാവിയോട് ചോദിച്ചാൽ പുള്ളി പറയാൻ സാധ്യതയുള്ള സാധനം എന്ന് വെച്ചാൽ എന്റെ ഭാഗം ശരിയായിരുന്നു. അപ്പൊ ഇതിനകത്തേക്ക് ഇങ്ങനെ പല നെറേറ്റീവ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്ക് സത്യം അറിയത്തില്ല, അയാൾ ശരിയാവാൻ തെറ്റുമാവും, എന്നെ ബാധിക്കുന്ന കാര്യമില്ല എന്നുള്ള ബേസിക്കലി എന്റെ പോയിന്റ്. പലപ്പോഴും എന്നെ ഇത് ബാധിക്കുന്ന കാര്യമില്ല. ഞാൻ ഇത് ഏത് പോയിന്റ് പിടിച്ചാൽ എന്നെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഇനി ഇൻഎഫക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് ഇന്ത്യ പുറകോട്ട് 25 വർഷം പോയത് നീ പറഞ്ഞത് എന്നെ ഇൻഡയറക്റ്റായി ബാധിച്ചാൽ എനിക്കത് പ്രശ്നമില്ല ഇങ്ങനെയുള്ള കേസസിലൊക്കെ. അതേപോലെ തന്നെ പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത്, രാഹുൽ ഈശ്വർ പറയുന്നത്, ഇപ്പം ഇങ്ങനൊരു കേസ് വന്നു, ആ കേസിൻ്റെ ബേസിലാണ് മെൻസ് കമ്മീഷൻ എന്നുള്ള വാദം വന്നു എന്ന് വിചാരിക്കും. ഞാൻ പറയുന്ന പോയിന്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മെജോറിറ്റിയിലും ഡിസ്കഷൻ ഉണ്ടാവുക, ഇന്ത്യയുടെ ഒരു റെപ്യൂട്ടഡ് സയൻറ്റിസ്റ്റ് ഒരു ലേഡി ആരോപണം അല്ലെങ്കിൽ ലേഡിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ പെട്ട് അകത്തേക്ക് പോയപ്പോൾ അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നില്ല. അപ്പോൾ ഒരു മെൻസ് കമ്മീഷന്റെ ആവശ്യമുണ്ട്, എന്താ സിനാരിയോ പറയാം, സാമ്പിൾ സിനാരിയോ എന്ന് പറഞ്ഞ് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ആ സമയത്തായിരുന്നു ആരോപണം വന്നെങ്കിൽ മെജോറിറ്റി ആൾക്കാരും വിചാരിക്കുമായിരുന്നു ഓക്കെ ഇതൊരു ന്യായമുള്ള വാദമാണല്ലോ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കണമല്ലോ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ആയിരുന്നു അവിടെ കിടന്നെങ്കിൽ ഒരു വിമൻസ് കമ്മീഷൻ ഇടപെടുമായിരുന്നു എന്ന് പറയുന്ന പോലെ. സ്ത്രീ എന്റെ പോയിന്റ് ഇതാണ്, ഇവിടെ കേസിൽ ഞാൻ തിരിച്ചത്. പക്ഷെ ഇവിടെ മെൻസ് കമ്മീഷൻ ആരോപണം വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു സവാദിന്റെ KSRTC ഇഷ്യൂ വരിക, ഈ റീസെന്റ് ഇഷ്യൂ ഒരു ആവശ്യം ന്യായമാണെങ്കിൽ അല്ലെങ്കിലും അത് അറ്റ് ദ റൈറ്റ് പ്ലേസ് അല്ല, റോങ് പ്ലേസ് ആൻഡ് ദ വേസ്റ്റ് സിറ്റുവേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അവിടെയാണ് ഇഷ്യൂ നടക്കുന്നത്. അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട് ആൻഡ് ഇനി ആരാ ഇത് വാദിക്കുന്നത്? ഇപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്, മുസ്ലിം ലീഗ് ആണോ മുസ്ലിംസിന്റെ മുഖമുദ്ര അല്ലെങ്കിൽ ഫേസ് ഓഫ് ഇന്ത്യൻ മുസ്ലിംസ് മുസ്ലിം ലീഗ് ആണോ? അതാണ് അല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ മുസ്ലിംസിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് പറയുന്നത്? എങ്ങനെ എനിക്ക് എന്നെ അവരെ എൻ്റെ ഐഡന്റിറ്റി ആക്കി വെക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോൾ വിശ്വസിക്കുന്നത് BJP-യിലായിരിക്കും, ചിലപ്പോൾ കോൺഗ്രസിലായിരിക്കും, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായിരിക്കും. അപ്പോൾ എന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ മുസ്ലിം ലീഗിനെ ആര് ചുമതലപ്പെടുത്തിയ ചോദ്യം പോലെ തന്നെ ഈ മെൻസ് കമ്മീഷനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഫേസസ് ശരിക്കും മെൻസിന് മൊത്തം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരാണോ? ആയിരിക്കില്ല. അല്ല. അപ്പൊ ഇതൊരു കോൺട്രാഡിക്ഷൻ സാധനമാണ്. അവര് മുന്നോട്ട് വെക്കുന്ന സിറ്റുവേഷൻസും കേസസും ഒക്കെ ചിലപ്പോൾ അതിൽ ന്യായം കാണും. ഇവിടെ സവാദ് തെറ്റ് ചെയ്തില്ല എന്നുള്ള ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം എന്നെ സംബന്ധിച്ച് സത്യത്തിൽ ഞാനൊരു സെൽഫിഷ് മനുഷ്യനാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ പെങ്ങടെ നേരെ സവാദ് വരുമ്പോൾ മാത്രമേ എന്നെ ഇത് ബാധിക്കത്തുള്ളൂ. സത്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ കണ്ട് ഞാൻ പ്രതികരിച്ചു സാധാരണക്കാരനായ മറ്റേ അതിനകത്തെ പേര് പറയുന്നത് പുറമോടി മാത്രം കാണിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ, ഇപ്പോൾ ഇതിനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാർ മൊത്തത്തിൽ മെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നവരാണോ?
അല്ല, അത് നിങ്ങൾ ഏത് പാർട്ടി എടുത്താലും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു കോസ് കോമൺലി വരുമ്പോൾ അതിനെ ആൾക്കാർ കൺസിഡർ ചെയ്യണമെങ്കിൽ അത് കൊണ്ടുവരുന്ന ഒരു കോസ് നല്ലതാവണം, അല്ലെങ്കിൽ കോസ് മൊത്തത്തിൽ അക്സെപ്റ്റബിൾ ആവണം, അത് കൊണ്ടുവരുന്ന ആൾക്കാർ സോഷ്യലി അക്സെപ്റ്റബിൾ ആവണം. ഇപ്പൊ ഇതിൽ രാഹുൽ ഈശ്വർ അല്ല എന്റെ ടാർഗറ്റ്. ഞാൻ പറയുന്നത് അതിന്റെ കൂടെ നിൽക്കുന്ന മറ്റു പലരും. ഇപ്പൊ ഞാനും ജോണും തമാശയ്ക്ക് പറയും, അന്ന് മെൻസ് കമ്മീഷൻ ആണെന്ന് പറഞ്ഞ് ഒരാളെ ജയിലിൽ സ്വീകരിക്കാൻ പോയ ആൾക്കാരിൽ പലരും നോർമൽ ആണോ എന്ന് നമുക്ക് സംശയമുണ്ട്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നമ്മുടെ പേഴ്സണൽ ചർച്ച ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പം അവരാണോ ആണുങ്ങളെ റെപ്രസെന്റ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അവിടെയാണ് ഈ ചർച്ച. നീ എന്നോട് ചോദിച്ചതിന് വേണ്ടെന്നുള്ള എന്റെ ഫസ്റ്റ് ഉത്തരത്തിൽ. അപ്പൊ നീ എന്നോട് ചോദിച്ചല്ലോ യെസ് ഓർ നോ പറഞ്ഞാൽ എനിക്ക് ഈ കാഴ്ചപ്പാടിലുള്ള ഒരു പ്രശ്നം ഞാൻ പ്രശ്നമല്ല, തെറ്റായത്. ഒരു മെൻസ് അസോസിയേഷൻ നാളെ രൂപീകരിച്ചാൽ അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കാൻ പോണത് ഇവരല്ല. ഇവര് ഇങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നവരാ. കമ്മീഷൻ സ്ട്രിക്ട്ലി ഗവൺമെന്റ് ഇതിലേ വരാം. അതിന് ഒരു അർദ്ധ ജുഡീഷ്യൽ സെറ്റപ്പ് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അതായത് അതിന്റെ ഒരു ജഡ്ജിന്റെ പവർ ഉള്ള പോലത്തെ ഒരു ഇതായിരിക്കും ഇതിൽ വരിക. രാഹുൽ ഈശ്വർ കയറി ഇരിക്കുന്നു അല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇത് ഒരു ഇപ്പൊ ഗാന്ധിജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് വാദിച്ച് മുന്നോട്ട് വന്നപ്പോൾ സ്വീകാര്യത കിട്ടിയതിന് റീസൺ പുള്ളിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പുള്ളി അത് ഉണ്ടാക്കിയെടുത്തിരുന്നു. പക്ഷേ അന്ന് വേറെ ആരെങ്കിലും ഒരാൾ ഒരു 6 കൊലപാതക കേസിൽ പ്രതിയായിട്ടൊരു മനുഷ്യൻ അന്ന്, അതായത് ബിഫോർ ബ്രിട്ടീഷ് ഭരണം വരുന്നതിന് മുന്നേ, അയാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് പറഞ്ഞ് വന്ന് വാദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇവനാരുടെ ഇത് പറയാന്നല്ല ചോദിക്കും. അയാൾ കൊന്ന ആൾക്കാരാരാ നോക്കും, ബ്രിട്ടീഷുകാരാണെങ്കിൽ ബിഫോർ ബ്രിട്ടീഷ്. അതായത് ഇവിടെ ഭയങ്കര മോശമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടുള്ള മനുഷ്യൻ, ഇവിടെ കൊലപാതകം റേപ്പൊക്കെ നടത്തിക്കുന്ന മനുഷ്യൻ, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ സിറ്റുവേഷൻ മോശമാകുന്നപ്പോൾ അയാൾ വന്ന് ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഞാൻ ഈ സ്വാതന്ത്ര്യം മേടിച്ചു. അപ്പോ അയാളുടെ പുറകിൽ നിൽക്കാൻ ആൾക്കാർ വരുമോ എന്നാ ഞാൻ ചോദിക്കുന്നത്. വരും. എന്താണെന്ന് വെച്ചാൽ ഇയാൾ നിൽക്കണ കോഴ്സ് കുറെ പേർക്ക് ആവശ്യമുള്ളതാണ്, അതിന് ഫ്രണ്ടിൽ ഒരാൾ വേണം. അവിടെ ആ പ്രശ്നം വരുന്നത്. ഇപ്പൊ അങ്ങനെ ആൾ വരുന്നുണ്ട്. എനിക്കത് അക്സെപ്റ്റബിൾ അല്ലെന്നുള്ളതാണ് എന്നോട് ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ നോ പറഞ്ഞത്. മെൻസ് കമ്മീഷൻ. ഇനി എനിക്കത് രണ്ടാമതൊരു സാധനം, എന്നെ സംബന്ധിച്ച് അങ്ങനെ വേറെ ജെൻഡർ തിരിച്ചും കമ്മീഷന്റെ ആവശ്യമില്ല. എനിക്ക് ആ പോയിന്റ് ഓക്കെ ആയിട്ട് തോന്നി. അതായത് ഒരു ജെൻഡർ തിരിച്ച് ഇത് എവിടെ വരെ എത്തും, അവസാനം കുറച്ച് ഹ്യൂമൻ റൈറ്റ്സിന്റെ സ്കോപ്പിൽ പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇത്ര സ്പെസിഫിക് ആയിട്ട് ചിലപ്പോൾ ആൾക്കാരുടെ ഇഷ്യൂലോട്ട് ഇറങ്ങുന്നുണ്ട്. ഈവൻ ഒരു ചൈൽഡ് അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ഹ്യൂമൻസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം വരണം. മനുഷ്യന്റെ അവകാശങ്ങളാണല്ലോ വരുന്നത്. ഈ പറഞ്ഞ എല്ലാം വരണം. ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല, ശിശുക്ഷേമ വകുപ്പ് പറഞ്ഞത് വേറെ എന്തായാലും വേണം. എന്താ പിള്ളേരല്ലടാ അവര്. അത് വന്നോട്ടെ. എടാ ഇപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വേറെ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പുണ്ട്, പിന്നെ മൃഗങ്ങൾക്ക് വേണ്ടി വകുപ്പുണ്ട്. അങ്ങനെ ഓരോരുത്തരും നല്ലതാണ് എന്നുള്ള പോയിന്റിൽ നീ പറയുന്നത് മെൻസ് കമ്മീഷൻ വരട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടു കൂട്ടരും നിന്ന് അടിക്കട്ടെ. അല്ലാതെ സത്യത്തിൽ ഇതിനകത്ത് ഒരു പ്രശ്നവും ഇല്ലടാ. ഇങ്ങനെ ഈ മെൻസ് കമ്മീഷന് വരുന്ന കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണ് ശരിക്കും? മെൻസ് കമ്മീഷൻ വരുന്ന കൗണ്ടർ ആർഗ്യുമെന്റ് ഞങ്ങൾ ഭയങ്കര, അതായത് അടുത്ത പ്രശ്നം ഞാൻ പറയാം. ഈ മെൻസ് കമ്മീഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ കൗണ്ടർ ആർഗ്യുമെന്റ് ചെയ്യാൻ വരുന്ന ആരാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് ശ്രീകണ്ഠൻ നായർ ഷോയ്ക്കകത്ത് രാഹുൽ ഈശ്വറിനെ കൗണ്ടർ ചെയ്യാൻ വന്നിരുന്ന ആൾക്കാർ പലരും ഈ പറഞ്ഞ കോമൺ സൊസൈറ്റിയിൽ ചിലപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് അവർക്ക് താല്പര്യമില്ലാത്ത സ്ത്രീകളാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത ആണുങ്ങളായിരിക്കും വന്നിരിക്കുന്നത്. ഇവർ ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് അവിടെ ആൾക്കാരാണ്. ശരിക്കും എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 2 സെറ്റ് ഓഫ് ആൾക്കാർ, എനിക്കൊരു തരത്തിൽ കണക്ട് ചെയ്യാത്ത 2 സെറ്റ് ഓഫ് ആൾക്കാർ, അവർ വന്നത് എനിക്കൊരു കണക്ട് ആവാത്ത പോയിന്റുകൾ തമ്മിൽ തർക്കിക്കുക. അതായത് ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഏത് ഞാൻ സമയം കണ്ടെത്തണം? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കലാണ് അന്ന് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്തത് രാഹുലിന്റെ പോയിന്റിന്. പക്ഷെ ശ്രീലക്ഷ്മി അറക്കലിന് എനിക്ക് തോന്നുന്നില്ല മെജോറിറ്റി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണെന്ന്. അത് പുള്ളിക്കാരുടെ കുഴപ്പം കൊണ്ടല്ല, നമുക്ക് ചില ആൾക്കാർ പറയുന്ന പോയിന്റുകൾ നമുക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ പുള്ളിക്കാരി ഓപ്പൺലി പറഞ്ഞിട്ടുണ്ട് എനിക്ക് എൻ്റെ തന്ത ഇഷ്ടമല്ല, ഞാൻ എൻ്റെ തന്തയെ തെറി വിളിക്കുന്നതിനുണ്ട്. അത് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ ഫാദറിൽ നിന്ന് നേരിട്ട് അബ്യൂസിന്റെ റിസൾട്ട് കൊണ്ടാണ്. ചിന്ത വെച്ചിട്ട് ബാക്കി എല്ലാവരും കാണരുത്. പക്ഷെ അപ്പോഴും എൻ്റെ പേരന്റ് എന്നോട് മോൻ നന്നായി പെരുമാറി എന്നതുകൊണ്ട് അവളുടെ അപ്പനെ തെറി വിളിക്കാൻ പാടില്ലെന്ന് ഞാനും പറയാൻ പാടില്ല. എൻ്റെ പോയിന്റ് അത്രേ ഉള്ളൂ. അപ്പൊ അവൾ അതിന്റെ പേരിൽ എന്നെയും തെറി പറയാൻ പാടില്ല, ഞാൻ അവളെ ജഡ്ജ് ചെയ്യാനും പാടില്ലല്ലോ. ഇത് രണ്ടും നടക്കണ്ടേ? ഞാൻ ഇതിപ്പോൾ നടക്കാത്തൊരു സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മെജോറിറ്റിയുടെ വിചാരം ഈ അവളുള്ള തന്തയെ തെറി വിളിക്കുന്നത്. അവർക്ക് ആർക്കും അറിയണ്ട അവൾ എന്തുകൊണ്ടുള്ള തന്തയെ തെറി വിളിക്കുന്നു. ഈ പേരൻസിനെ ബഹുമാനിക്കാൻ പഠിക്കാത്ത ഒരാളെ എങ്ങനെ മറ്റുള്ളവർ അച്ഛനെ ബഹുമാനിക്കുക എന്ന് ചോദിക്കും ആൾക്കാർ. ഇതായിരിക്കും മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വരുമ്പോൾ എനിക്കറിയാം, എന്നെ സംബന്ധിച്ച് വേറൊരു യൂണിവേഴ്സിൽ നിന്ന് 2 പേര് തർക്കിക്കുന്നതല്ല എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ ഇവരെ പറയുന്ന പോയിന്റുകൾ പലപ്പോഴും ആവശ്യമാണെന്ന് തോന്നുന്നതെങ്കിലും മെജോറിറ്റി പോയിന്റുകൾ അനാവശ്യമാണെന്ന് തോന്നുന്നു. അന്ന് അവർ തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുകയാണ്. രാഹുൽ പറയുകയാണ് മീ ടു മൂവ്മെൻറ്റുകളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ അപ്പോൾ അതിനെന്താ നല്ലതാണല്ലോ നമുക്ക് തോന്നും. ഇപ്പോൾ ഇവരുടെ പോയിന്റ് അതിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്: 48 കൊല്ലം കഴിഞ്ഞിട്ട് എൻ്റെ ആരുടെയെങ്കിലും പേര് ആരെങ്കിലും ഒരാൾ മീ ടു ആരോപണം വന്നാൽ അയാൾ ഇനി അയാളുടെ ബാക്കിയുള്ള ജീവിതം
ഈ ചാപ്പയും പേര് നടക്കണോ എന്ന് ചോദിക്കുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുമാണ്. സത്യം പറഞ്ഞാൽ അത് ചർച്ചയല്ല, അതൊരു വാഗ്വാദമാണ്. ചർച്ച എന്ന് തുടങ്ങിയത് ചർച്ചയായിരുന്നു. അത് കുറച്ച് നമ്മുടെ ചാനലിലുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ അവരും പ്രോത്സാഹിപ്പിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇതിന്റെ ശരിക്കുള്ള ആൻസർ രാഹുൽ കുറച്ച് മുന്നേ രാഹുൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്താ പറയുക? അതായത് ഇന്ത്യൻ ജുഡീഷ്യൽ എനിക്ക് വിശ്വാസമുണ്ട് മാഡം എന്ന് ഞാൻ പറഞ്ഞു. അപ്പം അയാൾ തന്നെ പിന്നെ ചോദിക്കുകയാണ്, അപ്പം ഇയാൾ ഇതും പിന്നെ എന്തിനാണ് മെൻസ് കമ്മീഷൻ? അതാണ് ഇയാൾക്ക് തന്നെ ഇയാളുടെ, അതായത് നമുക്കൊരാവശ്യം വരെ നമ്മളൊരു പോയിന്റ് പറയുകയും അല്ലാത്ത മാറ്റി പറയുകയും ചെയ്യുന്ന അവിടുത്തെ പനി. ഇനി ഇതേ സാധനം തന്നെ ശ്രീലക്ഷ്മി മറക്കിൽ തന്നെ വേടനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, വേടനെതിരെ വന്നപ്പോൾ അപ്പോൾ പുള്ളിക്കാരി മെൻസിന്റെ കൂടെ അല്ലേ? അതായത് ഒരു ആരോപണം വന്നപ്പോൾ ശ്രീലക്ഷ്മി ഇറക്കിൽ സപ്പോർട്ട് ചെയ്ത് വേടനെയാണ്. കാരണം എന്താ, ഒരാളെ അങ്ങനെ തള്ളിയിടാൻ പാടുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, സെലക്റ്റീവ് ആണ് പല കാര്യങ്ങളും. ആണ് പല കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും. ഇന്നെ ഇത് ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും കുഴപ്പക്കാരാണോ? ആര് പറഞ്ഞു? എല്ലാ ആണുങ്ങളും കുഴപ്പക്കാരാണോ? ആര് പറഞ്ഞു? അല്ല. അപ്പൊ ഇതൊക്കെ സെലക്റ്റീവ് ആണെന്നുള്ളത്, ഇതിനകത്ത് ജെൻഡറിന് സത്യത്തിൽ വലിയ റോളില്ലെന്നും, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മൊത്തത്തിൽ ജെൻഡറിന് വലിയ റോളില്ല. പിന്നെ നമ്മൾ ഈ പറഞ്ഞല്ലേ, ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നടക്കുന്ന ആർക്കെതിരെയാണ്? സ്ത്രീകൾക്കെതിരെ. നമുക്ക് അതിൽ ആർക്കും തർക്കമൊന്നും ഇല്ല. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് എതിരെ ആരോപണം നടക്കുന്നതിന് കാരണക്കാര് ആണുങ്ങൾ മാത്രമാണോ? ആണ്. മാത്രമല്ല, അതിൽ സ്ത്രീകളും കാണും കുറച്ച്. അതിൽ സ്ത്രീകൾ പക്ഷെ പെർസെന്റേജ് കൂടുതൽ നല്ല പെർസെന്റേജ് കൂടുതൽ ആണുങ്ങൾ. ഒരു വീട്ടിൽ സ്ത്രീ തന്നെ പീഡനം നടക്കുന്നു. ആ വീട്ടിൽ ഒരു അമ്മയുണ്ട്, അച്ഛനുണ്ട്, കല്യാണം ചെറുക്കനുണ്ട്, 2 പെങ്ങന്മാരുണ്ട്. ഇവിടെ സ്ത്രീകളാ കൂടുതൽ. ചിലപ്പോ വീട്ടില് 2 ആൺമക്കളും ഒരച്ഛനും ഒരമ്മയും, അമ്മ മരിച്ചു. അങ്ങനെ ഒരു കേസിൽ ശരിക്കും അവിടെ ഈ പറഞ്ഞ പെണ്ണിന്റെ ചെറുക്കന്റെ അപ്പനും ചെറുക്കനും ചിലപ്പോൾ പാവങ്ങളായിരിക്കും, മറ്റേവർ 3 പേരും ഇങ്ങനെ പല കേസുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ജനറൽ ഓവറോൾ എല്ലാം കൂടെ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ പെർസെന്റേജ് ഒരു 80% ആണുങ്ങളും 20% പെണ്ണുങ്ങളും. അതിനകത്ത് തന്നെ കുറച്ച് ട്രാൻസ്ജെൻഡർ ഉണ്ടാവും, കുറച്ച് നോൺ ബൈനറി ഉണ്ടാവും. കമ്മീഷന്റെ അടുത്ത് പറയാണ്, നാളെ നമ്മള് വനിതാ കമ്മീഷൻ പിരിച്ചു വിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരൊരു കമ്മീഷൻ വേണമെന്ന് പറയില്ലായിരിക്കും. വേണ്ടെന്ന് പറയുമോ? വേണ്ട, അവർക്കില്ലെങ്കിൽ നമുക്കും വേണ്ട. ഇതിനകത്ത് അങ്ങനെ കുറെ വാശികളൊക്കെ ഉണ്ടെന്ന്. അതല്ലേ ഇവിടുത്തെ ഇങ്ങനെ ഒരു ആവശ്യം പറയാൻ കാര്യം എന്താ, വനിതാ കമ്മീഷൻ ഉണ്ട്, അപ്പൊ മെൻസ് കമ്മീഷൻ വേണം. പിന്നെ എനിക്കൊന്നു അവര് ഈ മുതലെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ മെയിൻ ആർഗ്യുമെന്റ് പോയിന്റുകളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ ഉള്ള ലോസിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു സെന്റിമെന്റ്സ്. അതും അത് മെജോറിറ്റി അല്ല, അത് ചെറിയ ശതമാനമാണ്. പിന്നെ ഇതിന്റെയൊക്കെ പുറകെ വരുന്ന ഒരു നല്ല ഇതിന്റെ പുറകെ ഒരു വെളുപ്പിക്കൽ സാധനം കൂടെ നടക്കുന്നുണ്ട്. പണ്ട് ആൾക്കാർ എടുത്തിട്ട് ബസ്സിലിട്ട് ഇടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ പെൺപിള്ളേരെ കൈവയ്ക്കുന്ന അവരെല്ലാവരും കമന്റ് ഇടും, അന്ന് എനിക്കെതിരെ നടന്ന അക്രമം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബേസിക്കലി നമുക്ക് ഇങ്ങനെ സമ്മപ്പ് ചെയ്യാം, എല്ലാവർക്കും അവരവരുടേതായ അജണ്ടകളുണ്ട്. ഈ കാര്യങ്ങളുടെ ബേസിലല്ല അജണ്ടകൾ കയറ്റിവിടുന്നത് നല്ലതല്ല. അവസാനം എല്ലാത്തിനും വരൂലേ ഒരു അജണ്ട കയറി വരും. അതിൽ പേഴ്സണൽ സാധനങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പോസ്റ്റ് കണ്ടെന്നേ, മുൻപ് ബസ്സിലിരുന്ന് പീഡനത്തിനൊക്കെ പിടിച്ചവര് ഈ സിറ്റുവേഷന്റെ സൈഡിൽ കൂടെ പോസ്റ്റ് കയറ്റി വിടുന്നു. എന്നെ അന്ന് പിടിച്ചപ്പോ ഞാൻ പറഞ്ഞപ്പോ അല്ല, ഇപ്പൊ പണ്ട് ഈ ഞരമ്പന്മാർക്ക് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവൻ പിടിക്കണ പെണ്ണ് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എഴുന്നേക്കും, വെറുതെ കൊണ്ട് എഴുന്നേറ്റ് വണ്ടി സ്ലോ ചെയ്യുമ്പോ ചാടി ഇറങ്ങും. ഇത് ഇവരെ എവിടെ പഠിപ്പിച്ചിട്ടുള്ളതല്ല, ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് പോലത്തെ. അതിപ്പോ നമ്മൾ എല്ലാ കാര്യത്തിലും സാധനം ഒരു ആണുങ്ങളുടെ കേസിൽ ആണുങ്ങളെ പിടിക്കുമ്പോൾ അത് ചിരിയാണ്. എനിക്ക് ചിരി കിട്ടിയിട്ടുണ്ട്. ചിരി മാത്രമാവണമെന്നില്ല. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നൊരു സാധനം ആൾക്കാർ പിടിക്കണ്ട്. ഞാൻ അങ്ങനെയല്ലോ, ഞാനതല്ലല്ലോ. നിങ്ങൾക്ക് അതല്ല കിട്ടിയത്. അത് ബേസിക്കലി ബസ്സിനകത്ത് നന്നായിട്ട് അക്രമം നടക്കുന്നുണ്ട്. എനിക്ക് ഇത് ഞാൻ വന്ന പോയിന്റ് അതല്ല, ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ പറഞ്ഞ ആണുങ്ങളാണ് ഇപ്പൊ ആണുങ്ങളെ പിടിക്കുന്ന പെണ്ണുങ്ങളാണോ? വളരെ റയറായിട്ട് പെണ്ണുങ്ങൾ അതല്ല അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്റെ ഒരു കൂട്ടുകാരന്റെ ഹോസ്റ്റലുണ്ട്, അതിനെ കൊച്ചു പയ്യനെ, അവനൊരു പെൺകുട്ടിയെ മോശമായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വന്നാലേ കുഴപ്പമില്ല എന്നല്ല അവൻ പറഞ്ഞു. അവനൊരു ടെൻഷനും പേടിയായിരുന്നു, അവൻ എഴുന്നേറ്റ് പോയി. അപ്പൊ നമ്മൾ തമാശക്ക് പറയാറുണ്ട് എന്നെ റേപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എന്താ നമ്മള് ഫ്രീസ് ആവുക അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ജനറലി ആണുങ്ങൾ എന്താ പറയുന്നത്, നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളത് എൻജോയ് ചെയ്യുവാണല്ലോ എന്നാണല്ലോ ആൾക്കാർ പറയുമ്പോ പറയാം. പക്ഷെ അല്ല, നിങ്ങള് ശരിക്കും നിങ്ങളുടെ ബൗണ്ടറീസ് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഏത് ജെൻഡർ ആയാലും അങ്ങനെയാ ഫസ്റ്റ് റിഫ്ലക്സ് വരുന്നത്. പിന്നെ നമ്മൾ ഐശ്വര്യ പിടിക്കുന്നത് അങ്ങനെയാണോ, എന്നാ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ്
നമ്മൾ ഏത് പോയിന്റിൽ പറഞ്ഞത്? ഓക്കെ, ജനറലി ആൾക്കാർ ആണുങ്ങളാണ് പിടിക്കുന്നത് കൂടുതലും. അതായത് എല്ലാ ഇപ്പൊ ആണുങ്ങളെ പിടിക്കുന്നത് പെണ്ണുങ്ങളെ പിടിക്കുന്ന എല്ലാ ആണുങ്ങളാണ്, ബൗണ്ടറി വയലേറ്റ് ചെയ്യുന്ന ആണുങ്ങളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മെയിൽ ഡോമിനന്റ് സൊസൈറ്റിയാണ് ഇവിടെ ആണുങ്ങൾക്കാണ് അത്ര സൊസൈറ്റി കപ്പാസിറ്റി അല്ല. അപ്പൊ നീ പറഞ്ഞതിന്റെ മറ്റേന്റെ ഉത്തരേ എന്തുകൊണ്ട് വിമൻസ് പെണ്ണുങ്ങൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യണു എന്നുള്ളത്. അതായത് ഇവിടെ ഡോമിനന്റ് സൊസൈറ്റി ഒരു കമ്മീഷന്റെ ആവശ്യമില്ല അവർ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും. ഈ നിയമങ്ങൾ കംപ്ലീറ്റ് ആണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് പറയുന്നത്. ആണുങ്ങൾ എഴുതിയ നിയമങ്ങളാണെന്ന് പറയപ്പെടും. പക്ഷെ അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. നിയമങ്ങൾ കംപ്ലീറ്റ്ലി ആണുങ്ങൾക്ക് വേണ്ടിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് അതിന് ഈ സാധനമല്ല ഈ പറഞ്ഞ വിമൻ ഒരു സപ്പോർട്ട് വേണ്ട താഴേക്ക് പോയ ഒരു കമ്മ്യൂണിറ്റി ആണ് എന്നുള്ള സിറ്റുവേഷനിലനുസരിച്ച് നിയമങ്ങൾ കൂടുതൽ സപ്പോർട്ട് അവർക്കാണ് ഇതുപോലെ സത്യത്തിൽ. അപ്പൊ ഞാൻ കാര്യം കേട്ടോ, എന്തെങ്കിലും ഇവര് സമത്വത കൈവരിച്ചു എന്ന് പറയുന്ന പോയിന്റ് വരും. ഇല്ലെന്നേ, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഈ പറഞ്ഞാല് വനിതാ കമ്മീഷൻ പിരിച്ചുവിടാൻ അവരൊരിക്കലും സമ്മതിക്കില്ലല്ലോ. ഇനി പെണ്ണുങ്ങൾ സമ്മതിച്ചാൽ ഈ ആക്ടിവിസ്റ്റ് സമ്മതിക്കത്തില്ല. നേരത്തെ പറഞ്ഞ സാധനം അതിനായിട്ട് കണക്ട് ചെയ്യാം. അതായത് ഈ വനിതാ കമ്മീഷനിൽ ഇവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവർക്ക് താല്പര്യമുള്ള ആൾക്കാരായി കൊള്ളുന്നില്ല. ഏതൊരു ചേച്ചി ഫോണിൻ പ്രോഗ്രാമില് ഇതുപോലെ വനിതാ കമ്മീഷൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ നിങ്ങൾ അതാ ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ, പറയാതിരിക്കുന്ന ആൾക്കാർ നന്നല്ലെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. ഞാൻ കാര്യം പറയട്ടെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണ ഇതില് ഇപ്പൊ വേറൊരു കമ്മീഷനും ഇല്ലാണ്ട് നേരെ ചൊവ്വന് ഇപ്പൊ ഉള്ള സിസ്റ്റം ഉണ്ടല്ലോ, അതിലിരിക്കുന്ന ഒരു നേരെ ചൊവ്വനായാൽ മതി. പിന്നെ വേറെ ഒന്നിന്റെ ആവശ്യം വരും. അതെ, അവിടെയാണ് ഞാൻ ബേസിക്കലി പറഞ്ഞത്. അതായത് സിസ്റ്റം നല്ലതായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം ബേസിക്കലി അടിപൊളിയാ. എക്സിക്യൂട്ടീവിന്റെ മോശം, സിസ്റ്റത്തിന് യാതൊരു അല്ല. സിസ്റ്റത്തിന്റെ ഫ്ലോസ് ഉണ്ട്. എക്സിക്യൂട്ട് ചെയ്യുന്നത് മോശമാണ്, സിസ്റ്റം ബേസിക്കലി മോശമാണ്. ഈ സാധനം നന്നായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ എക്സ്ട്രാ കമ്മീഷൻ ആവശ്യമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ജുഡീഷ്യൽ സിസ്റ്റം അടിപൊളിയാണ്, അത് ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ട് പോകുന്നുണ്ട്. അതനുസരിച്ചുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, ബ്യൂറോക്രാറ്റിക് സിസ്റ്റം നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സിക്യൂട്ടും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഓരോ വിഭാഗത്തിന് വേണ്ടി ശരിക്കും കമ്മീഷന്റെ ആവശ്യമില്ല. ഓക്കെ, പക്ഷെ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. പിന്നെ എന്ത് ചെയ്യും, ഒരു എക്സ്ട്രാ സപ്പോർട്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലും വന്നിരിക്കുന്ന ഒരു ഇതുപോലെയാണ്. പിന്നെ ഇതിൽ കാര്യമില്ല. അതാ ഇൻഎഫക്റ്റീവ് വരുമ്പോൾ അപ്പോൾ എന്താ ആ ഒരു കമ്മീഷണർ വെച്ചു, അതിന് ചെലവായി, അതിന് സാലറി കൊടുക്കുന്നു, അതിനുവേണ്ടി നടത്തിപ്പിക്കുക ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നു. അവിടെ ഇരിക്കുന്ന ആൾക്കാർ നല്ലതല്ല എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. ഇപ്പൊ വനിതാ കമ്മീഷനിൽ ഇരിക്കുന്ന ഒരു ലേഡി ഒരു സ്ത്രീയെ അവിടെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥമില്ലല്ലോ, അതുകൊണ്ട് ബേസിക്കലി പ്രയോജനമില്ലല്ലോ. അപ്പൊ ഈ സാധനമൊക്കെ ബേസിക്കലി നന്നാവേണ്ടത് മനുഷ്യൻ നന്നാവണം. അപ്പൊ പാകിസ്ഥാൻ നന്നാവും എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? മനുഷ്യൻ ഇത് ഞാൻ പറയാം, നന്നായില്ലെങ്കിൽ ഇത് മെച്ചപ്പെടും. പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം കേരളം വളരെ നല്ലൊരു ട്രാക്കിലാണ്. അത് നമ്മൾ പൊളിറ്റിക്സ് അല്ലേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഏതൊരു സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ബെറ്റർ ആണ്. ഞാൻ ഒരു ഇത് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു വേസ്റ്റ് ബിൻ കണ്ടു കഴിഞ്ഞാൽ അത് വഴിയിലിടാണ്ട് വേസ്റ്റ് ബിന്നിൽ ഇടാനുള്ള ഒരു സെൻസ് നമ്മുടെ ആൾക്കാർക്ക് കാലങ്ങൾ കൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. നമ്മള് എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ട് കുറെ ആൾക്കാർ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അപ്പൊ അവർക്കും തോന്നുന്നുണ്ട് ഇവിടെ ഇപ്പൊ UK പോയിട്ട് റോട്ടി മുറുക്കി തുപ്പുന്നത് മലയാളി അല്ല, ഉറപ്പായിട്ടും അല്ല. ആരിഫ് വന്നായിരുന്നല്ലോ ഇടയ്ക്ക്. ഇന്ത്യക്കാരനാണോ? ഇന്ത്യനാണ്. സൗത്ത് ഇന്ത്യൻ അല്ല, നോർത്ത് ഇന്ത്യൻ ആണ് തീർച്ചയായിട്ടും. കണ്ടോ, നല്ല പല്ല്, കൊച്ചരി പല്ലല്ലേ. അല്ല, നമ്മൾ മുറുക്കണ്ട, പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു സെൻസ് എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ കാലം മുമ്പേ നമ്മൾ പുറത്തു പോയി ജോലി ചെയ്ത് തുടങ്ങിയിട്ട് നമ്മൾ ആ ഡിസിപ്ലിൻ അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ഒരു സാധനമെന്നും ആ നാട് പോലെയൊക്കെ നമ്മുടെ നാടാവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായതുകൊണ്ടും നമുക്ക് കുറച്ചും കൂടി ഒരു സെൻസ് ഉണ്ട്. അപ്പോ ഞാൻ പറയണേ നമ്മളുടെ ഇതിനൊരു മുന്നോട്ട് എനിക്ക് കൺഫ്യൂഷൻ ഉള്ള സാധനം അത് എനിക്കറിയില്ല. സിവിക് സെൻസ് നിങ്ങൾ ഈ പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാല് നമ്മള് വഴിയിൽ നിന്ന് അപ്പിയിടുന്ന കമ്മ്യൂണിറ്റി ആയിരുന്നു. ഇപ്പൊ വഴി ഓക്കെ, ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോഴും ആൾക്കാരെ വഴിയിൽ തല്ലി കൊല്ലുന്നില്ലേ? ഉണ്ടാവും. അത് ശരിക്കും പണ്ടില്ലായിരുന്നു. കഴിഞ്ഞ മാസം നമ്മള് ബംഗ്ലാദേശിയാണെന്ന് പറഞ്ഞ ഒരാളെ തല്ലിക്കൊന്നു കേരളത്തിൽ. കഴിഞ്ഞ മാസം അത് മധു എന്നുള്ള ഇഷ്യൂവിന് മുൻ പഴയ കാര്യം അവിടെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ശരിക്കും അതല്ല,
ഞാൻ പറയുന്നത് തല്ലിക്കൊന്ന എടാ ബേസിക്കലി നമ്മൾ നല്ല ആക്ടേഴ്സ് ആണ്. വി ആർ ഗുഡ് ആക്ടേഴ്സ്, വി ആർ പ്രൊഫഷണൽസ്. അവിടെ വേറെ സാധനം പറയും. നിങ്ങൾ ആ ഒരു ഇൻസിഡന്റ് നടന്നു വെച്ചിട്ട് ഇത്രയും നടന്ന പ്രോഗ്രസിനെ തള്ളി പറയാൻ ഞാൻ തള്ളി പറയാം. ഞാൻ പ്രോഗ്രസ്, നീ പറയാത്തൊരു പ്രോഗ്രസ് ഞാൻ പറഞ്ഞു. നമ്മൾ പുറത്ത് ഓടി നമ്മൾ അപ്പിട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ ഇപ്പൊ വഴിയിൽ മൂത്രം ഒഴിക്കുന്ന കുറച്ച് പേര് മാത്രം മൂത്രം ഒഴിക്കുന്ന. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സത്യത്തിൽ നമ്മൾ ഈ പറയുന്ന നിങ്ങൾ ചോദിച്ച മറ്റേ പോയിന്റ് ഇത് നന്നാവും അങ്ങനെയാണോ ഞാൻ ശരിക്കും നന്നാവുകയാണോ ശരിക്കും നമുക്ക് എങ്ങനെയാണ് നിങ്ങൾ നന്നാകുക എന്ന് പറയുന്നത്? അതായത് ഒരു സമൂഹത്തിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് വരും, ആൾക്കാരുടെ സിവിക് സെൻസ് ബെറ്റർ ആവുന്നു. അപ്പൊ ഞാൻ തിരിച്ചു നമ്മളിപ്പോ പ്രോഗ്രഷൻ നമ്മളിപ്പോ എന്താ നമ്മുടെ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം നമ്മുടെ ഡെവലപ്മെന്റ് നമ്മുടെ ഇത് ഡെവലപ്മെന്റ് വരുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ സത്യത്തിൽ ഇത്. അതായത് BC 1477 ഒരു കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ ഒരിക്കലും മറ്റൊരു കമ്മ്യൂണിറ്റിയെ കൊന്നു ഒടുക്കാൻ പറ്റത്തില്ല. പക്ഷേ 2000 ഒരു കമ്മ്യൂണിറ്റി വിചാരിച്ചാൽ വേറൊരു കമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് കൊന്നൊടുക്കാൻ പറ്റത്തില്ല. അത് ഒരിക്കലും ഒരു കമ്മ്യൂണിറ്റി ഫുള്ളായിട്ട് നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല. നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം യാത്രാ സൗകര്യങ്ങളില്ല, നമുക്ക് എത്താൻ പറ്റില്ല. പക്ഷേ ആ കമ്മ്യൂണിറ്റിയേക്കാൾ വളരെ അഡ്വാൻസ് ആൻഡ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഒറ്റ സ്വിച്ചിൽ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഫുൾ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. 1477 അന്ന് പറ്റില്ല. പക്ഷെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ ഇവിടെ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആ കമ്മ്യൂണിറ്റി പോലെ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റിലാണ് അപ്പിയിടുന്നത്, നമ്മൾ കഴുകും അത് കഴിഞ്ഞിട്ട്. ആ കമ്മ്യൂണിറ്റി ചെയ്യില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരൊറ്റ സ്വിച്ചിൽ വേണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഫുൾ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യില്ലെന്ന് പറയരുത്, നമ്മൾ ചെയ്യില്ല. എന്റെ ജോണെ അങ്ങനെ 1947 നമ്മൾ 43 ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ബോംബ് ഇടത്തില്ലല്ലോ ജോണെ. അതങ്ങനെ ശരിയാവുന്നത് ഞാൻ അത്രയും BC 1477 ഒരു കമ്മ്യൂണിറ്റിക്ക് വേറൊരു കമ്മ്യൂണിറ്റി വാഷ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ കമ്മ്യൂണിറ്റി വഴി മൊത്തം നടന്ന് അപ്പിയിടും, ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പക്ഷെ 1941 ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അകത്ത് പോയി കഴുകുന്ന കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ നമുക്കൊരു 1945 കമ്മ്യൂണിറ്റി അകത്ത് പോയി കഴുകുന്ന കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ഒരു രാജ്യത്തെ വേണമെങ്കിൽ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് നമ്മൾ ന്യൂക്ലിയർ ബോംബ് ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യില്ലെന്ന് പറയരുത്. ഞാൻ പറഞ്ഞ പോയിന്റ് നമ്മൾ സിവിക് സെൻസ് ഉണ്ടായി നമ്മൾ മാറി എന്ന് പറയുമ്പോൾ നമ്മൾ മാറിയിട്ടില്ല, നമ്മൾ നന്നാവൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നന്നായി കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അതൊരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്. ഇത് നമ്മുടെ നമ്മുടെ വിശ്വാസമാണ്. 2147 നമ്മളൊരു വലിയ ബോംബിട്ട് തേർഡ് വേൾഡ് വാർ തുടങ്ങിയില്ലെന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റില്ല. പറ്റും. ഞാൻ പറഞ്ഞുതരാം. നീ പറഞ്ഞത് ശരി. ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു കാര്യം പറയാം. 2025 നമുക്കൊരു 1500 20,000 കുട്ടികളെ ചുട്ടുകൊല്ലാൻ പറ്റത്തില്ല. ഇല്ല. അപ്പൊ എന്നാ കണക്കെടുക്കടാ. ഇതാ ഇത്രയുള്ള കാര്യം. ഞാൻ ഈ സിസ്റ്റം നന്നാവും നീ പറഞ്ഞ വിശ്വസിക്കരുത്. അത് നമ്മുടെ നിന്റെ പ്രതീക്ഷയാണ്. അത് നന്നാവും. ഞാൻ പറയട്ടെ നിങ്ങൾ ഈ കമ്പയർ ചെയ്യുന്നത് നമുക്ക് ആപ്പിളും നമ്മൾ കമ്പയർ ചെയ്യണം. ഇതൊരുമാതിരി മറ്റേ ഉറുമ്പിനെയും മറ്റേ ഞാൻ പറയുന്നത് ഭയങ്കര ഹ്യൂമനെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള പോയിന്റാ ഞാൻ പറയുന്നത്. നിന്നെ സംബന്ധിച്ച റോഡ് വൃത്തിയാക്കി എല്ലാ കമ്മ്യൂണിറ്റി ഇട്ടോട്ടെ, എല്ലാ കമ്മ്യൂണിറ്റി വൃത്തിയാക്കിയിട്ടെ. അവിടെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ റോഡ് വൃത്തിയാക്കിയിട്ട് കാര്യമുണ്ടോ? അവിടെ ബോംബിട്ടു അല്ലെങ്കിൽ 47 ബോംബിട്ടു എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി ചെയ്യില്ലെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അല്ലല്ല മനുഷ്യൻ നന്നാവും നീ പറഞ്ഞ പോയിന്റ് ഞാൻ അതാ ഞാൻ പറഞ്ഞു. നന്നായി കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരിക്കലും നമുക്ക് പെർഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് എത്താൻ പറ്റില്ല. എപ്പോഴും നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഇടയിൽ കുറെ ഈ പറഞ്ഞ പോലെയുള്ള ഇൻസിഡൻസും വന്നുകൊണ്ടിരിക്കും. നന്നായിക്കൊണ്ടിരിക്കുക എന്നുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ മറ്റേ ഈ ലോഡിങ് കാണിക്കത്തില്ലേ അങ്ങനെയല്ല. 2, 3 നീ കൂടുവല്ല. എനിക്കത് മനസ്സിലാവത്തില്ല. ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പൊ നമ്മള് ഇത്ര സിവിക് സെൻസും ഇതുള്ള സമയത്ത് പറഞ്ഞു നമ്മള് നാട്ടിലൊരാളെ തല്ലിക്കൊന്നു. നീ പറഞ്ഞു നമുക്ക് ഇനിയൊരു ബോംബ് ഇടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. ഇവിടെ എല്ലാവരും ഒരു സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന സംഭവം അല്ല. ഞാൻ പറയണതിന്റെ കാര്യം പറഞ്ഞുതരാം. ഈ തല്ലിക്കൊല്ലലില് ഒരുത്തിന്റെ ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നുണ്ടാവും. അപ്പൊ ഒരു മോശം നേതാവ് അതാണ് ഈ സാധനത്തില് എക്സിക്യൂട്ട് ചെയ്തത്. അവനെ ഫോളോ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവര് പവറിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോ നല്ലൊരു ഇന്റൻഷനും ഇപ്പോ ഒരു രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്ന ഇത് ചിന്തിക്കുന്ന നേതാക്കൾ ഇരിക്കുന്ന ഒരു വേൾഡ് ഇതില് അങ്ങനത്തെ സെറ്റപ്പിലുള്ള പ്രോമിനന്റ് പവർ
ഇതായിട്ടുള്ള സ്ഥലങ്ങളിൽ നല്ല നേതാക്കന്മാരിരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ, രാജ്യത്തിന്റെ പ്രോഗ്രസ് ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഈഗോ അല്ല, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള പുരോഗമനം ആഗ്രഹിക്കുന്ന ആൾക്കാരിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഒരു ലോകയുദ്ധം ഒരിക്കലും ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് അറിയാം ഇത് നമ്മളെ പിന്നിലേക്ക് വലിക്കല്ലാണ്ട് ഇത് മുന്നോട്ട് പോവില്ല എന്നുള്ളത്. ഇതിൽ കുറെ ഇതുണ്ടാക്കുന്നവരുടെ കച്ചവടം നടക്കും എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. അതേസമയം ഈ ആൾക്കാർ അവിടെ സിമ്പിൾ സാധനമാണ്. ഈ ലോകയുദ്ധം പറഞ്ഞതും ഇവിടെ ബംഗാളിനെ തല്ലിക്കൊന്നു പറഞ്ഞതും സെയിം സാധനമാണ്. ഇത് ഒരു സെറ്റ് ഓഫ് ആൾക്കാർക്ക് അവന്റെ ലുക്ക് പ്രശ്നമാണ്, അവൻ കള്ളനാണ്, അവൻ കള്ളലക്ഷണമാണ്, എന്റെ റീഡിങ് കറക്റ്റ് ആണ്, ഞാൻ ഇത്രയും കാലം ജീവിച്ച ആളാണ്, എനിക്കറിയാം ഇവൻ കള്ളനാന്നുള്ളത്. അപ്പൊ അവന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവർ അവൻ കൂട്ടം കൂടിയിട്ട് ഈ ഒരൊറ്റ പാവം പിടിച്ചൊരുത്തിന്, അല്ലെങ്കിൽ എന്ത് പണ്ടാറം ചെയ്തൊരുത്തിനായാലും വട്ടം കൂടി ഒരുത്തിനിട്ട് തല്ലാന്ന് പറയുമ്പോൾ ഒരു പട്ടീനെ തല്ലി കഴിഞ്ഞാൽ തന്നെ നമുക്ക്, എനിക്ക് ആ പിള്ളേര് കഴിഞ്ഞ ദിവസം ഒരു ചെക്കനിട്ട് അടിക്കുന്നത് കണ്ടില്ലേ, അതൊക്കെ കാണുമ്പോൾ അത്രയും മൈരന്മാരുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും. ആ മൈരന്മാർക്ക് അതിനുള്ള പൊസിഷനിൽ അവരെത്തിയാൽ അവരത് ചെയ്യും. അത് പക്ഷേ എൻ്റയർ സൊസൈറ്റിയിലോ ഒരു വലിയൊരു വിഭാഗത്തിനെയോ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരല്ല. അതൊരു സമയത്തിന്. എങ്ങനെയാണ് ഇതിനെ നീ എൻ്റയർ സൊസൈറ്റിയോ അല്ലെങ്കിൽ മെജോറിറ്റി നീ എങ്ങനെയാ തീരുമാനിക്കുന്നത്? അവിടെ ഇവരാരും നീ പറയുന്ന ഈ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആരും ഒരു രാജ്യത്തിന്റെയോ ഒരു ഇതിന്റെയോ പ്രോഗ്രസ് മുന്നോട്ട് കാണിച്ചിട്ട് പവറിലെത്തിയിട്ടുള്ളവരല്ല. അവര് നമ്മളുടെ ഒരു സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നമ്മൾ ഈ ലോകത്ത് കുറെ പ്രോമിനന്റ് ആൾക്കാരാണ്. നമ്മൾ ആണ് ഇവിടുത്തെ ആദ്യത്തെ ആൾക്കാർ. നമ്മൾ ഇവരെ ഭരിക്കേണ്ടവരാണ്. നമ്മുടെ താഴെ ഇവര് നിൽക്കേണ്ടവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈഗോയിസ്റ്റിക് തെണ്ടികൾ നമ്മൾ എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് നമുക്ക് നാളെ അവിടെ പോകണം, നമ്മൾ സ്പേസിൽ വലിയൊരു സാധനം ചെയ്യണം, നമ്മൾ ഈ ലോക സമൂഹത്തിന് വേണ്ടി വലിയ, ഇവരാരും അത് പറയില്ല. ഇവര് പറയാൻ പോണത് ഏതെങ്കിലും ഒരു ഐഡിയലിനെ വെച്ചിട്ട് ജയ്, നമ്മുടെ ജയ്, ആ ജയ് വെച്ചിട്ട് പവറിൽ വരുന്നവര് ഈ ഡ്രിഫ്റ്റ് എപ്പോഴും ഉണ്ടാവും സൊസൈറ്റിയിൽ, എപ്പോഴും ഈ ഡ്രിഫ്റ്റ്. ഇത് മാത്രമല്ല അവർ പറഞ്ഞത് പറയരുത്. കാരണം നമ്മുടെ എല്ലാ രാജ്യങ്ങളും ഇലക്ഷൻ നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ഞാൻ ബംഗാളികളുടെ കാര്യം കൂടി ഇതിലൊന്ന് ക്ലോസ് ചെയ്യട്ടെ. നമ്മൾ മലയാളികളെ ഈ ബംഗാളി പറ്റിക്കാൻ വന്നതാ. നമ്മളെ കക്കാൻ വന്ന ബംഗാളി, ഈ തെണ്ടി ബംഗാളികളെല്ലാം ഇങ്ങനെയാ. അവിടെ വർക്ക് ചെയ്ത പോയിന്റ് അതാ. അല്ലാണ്ട് ഇവൻ പണിയെടുക്കാൻ വന്നതാണെന്നോ ഇവനൊരു കുടുംബം ഉണ്ടെന്നോ ആ സമയത്ത് ചിന്തിക്കാനുള്ള വികാരം ആ സമയത്ത് വന്നിട്ടില്ല. അപ്പോഴാണ് ഈ അത് വലിയൊരു സൊസൈറ്റി. എന്റെ പോയിന്റ് അത് ആ കൂട്ടത്തിൽ നീ പറഞ്ഞ ആൾക്കാരിൽ ഈ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ഈ പറയുന്ന ആ മോശങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ആൾക്കാർ മാത്രമായിരുന്നു എന്നാണോ നീ വിശ്വസിക്കുന്നത്? നിങ്ങൾ ആളുകളാണ് അവര്. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അവന് സിവിക് സെൻസ് ഉള്ള ഒരുത്തനാണെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും. ഇത്ര സിവിക് സെൻസ് പറഞ്ഞ ഞാൻ നിന്റെ അടുത്ത് ആ പിള്ളേരെ ഞാൻ പറഞ്ഞത് എന്റെ വല്ലവരാണെങ്കിൽ ഞാൻ ഇതിന് കംപ്ലൈന്റ് ചെയ്യാൻ പോവില്ല, അടിക്കും തിരിച്ചടിക്കായിരിക്കും എന്ന് പറഞ്ഞു. അത് ആര് അവിടെയും വികാരം വർക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനമാണ്. ഇത് തന്നെ ഞാനും പറഞ്ഞ പോയിന്റ്. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ നന്മയിലേക്കും ഇതല്ല പോകുന്നത്. ഞാൻ നന്മയിലേക്ക് പറയണില്ല. ഇതെല്ലാം ആപ്പ് എന്താ പറയുന്നത്, ക്വാളിറ്റി സൊസൈറ്റിയിലേക്കല്ല ഇത് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. നമ്മൾ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും, എല്ലാ മൈനസും, എല്ലാം നല്ലതും ഉള്ള മനുഷ്യൻ തന്നെ നമ്മൾ ഈ പറയുന്ന നമ്മൾ നന്നായിക്കൊണ്ട് 1, 2, 3, 99ലേക്ക് നന്നായിക്കൊണ്ടിരിക്കുകയല്ല. നീ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ പുറകോട്ടും ഇങ്ങനെ പറയാനൊരു എളുപ്പത്തിന് അത് പറയില്ലേ, അങ്ങനെ പറയരുതെന്നാ ഞാൻ പറയുന്നത്. ഐഡിയ നമ്മളിത് എളുപ്പത്തിന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നല്ലതായി പോയിക്കൊണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ നമ്മുടെ നാട് പോയേക്കുന്ന സാധനം വെച്ചിട്ട് ഞാൻ പറയും ഈ തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ കുറേയൊക്കെ. പിന്നെ ആൾക്കാരുടെ ബിഹേവിയർ അത് ഇടയ്ക്ക് ഈ പറഞ്ഞ പോലത്തെ ഇൻസിഡൻസ് വന്നുകൊണ്ടേയിരിക്കും. അതില് വലിയ ചേഞ്ച് എന്നല്ല. വേണ്ട, നീ ഇപ്പൊ റോട്ടിലെടുത്തോ, റോട്ടിൽ നല്ലൊരു ട്രാഫിക് ഉണ്ടായിരുന്ന സമയത്ത് പണ്ടാണെങ്കിൽ ഒരിക്കലും നമ്മളൊരുത്തം കയറ്റി വിടൂല. ആംബുലൻസ് ഒക്കെ ഇപ്പൊ സുഖമായിട്ട് പോകും. ഇന്ന് ട്രാഫിക്കിലാണ് നമ്മുടെ അതിന് കുറച്ചൊക്കെ ഈ സോഷ്യൽ മീഡിയക്കും കാര്യം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്തെങ്കിലും തെണ്ടിത്തരഞ്ഞ് ഇന്ന് നാളെ അതിൽ വരൂ എന്നുള്ളൊരു ചിന്ത കൊണ്ടും ഈ കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിയ മാറ്റങ്ങളെ മൊത്തത്തിൽ നമ്മൾ ഹ്യൂമാനിറ്റി മാറിയെന്നുള്ള രീതിയിലല്ല കാണേണ്ടത്.
സിറ്റുവേഷൻ മാറി തന്നെ കാണണം. മാറി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഫ്ലിപ്പ് നല്ല അല്ല. ഉദ്ദേശിക്കുന്നേ. തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ എന്നുള്ള ഒരു സാധനം കോംപ്ലിക്കേറ്റഡ് എന്നാണ് ഞാൻ കാണുന്നത്. ഞാൻ പറയട്ടെ, ഈ സുഖ സൗകര്യങ്ങളും എല്ലാം പോയി കഴിഞ്ഞാൽ, അതായത് കൊടിയ ദാരിദ്ര്യവും എല്ലാം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ വീണ്ടും ആ പഴയ ഈ കൊടിയ ദാരിദ്ര്യം ഒന്നും വേണ്ട, ചെറിയൊരു ദാരിദ്ര്യം വന്നാൽ എന്തിനാ ലോക്ക്ഡൌൺ വന്നപ്പോൾ നമ്മൾ കണ്ടോ, ചെറിയൊരു ലോക്ക്ഡൌൺ വന്നപ്പോൾ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിനകത്ത് കിടന്ന ആൾക്കാർ സാധനം എടുക്കാൻ വേണ്ടി അടി ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടുള്ള. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത്ര ഉള്ളെന്ന് മനസ്സിലാക്കി. പക്ഷെ എന്നാലും നമ്മള് ഈ പറഞ്ഞ ഹാപ്പിനെസ്സിനകത്ത് രമേശ് ചേട്ടൻ വന്ന് രണ്ട് ഡയലോഗ് പറയണം. ബെറ്റർ ആയിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ. എനിക്ക് വീട്ടിലോട്ട് കിറ്റ് വരുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ എപ്പോഴും പറയുന്നൊരു പോയിന്റ് ഉണ്ട്, ഈ ജനറേഷൻ അടിപൊളിയാണ്, നമ്മൾ മോശമാണെന്ന്. അത് എല്ലാ ജനറേഷനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രേ ഉള്ളൂ. നീ പറഞ്ഞ പോയിന്റ് ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, അല്ലാതെ അത് അങ്ങനെ പറയണം, അങ്ങനെ പറയണം. മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേർഷനാടാ ആ നമ്മളുടെ വേർഷനാണ്, നമ്മളാണ് ബെറ്റർ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ആ പിള്ളേരെ സമ്മതിച്ചു കൊടുക്കുക. അതെ, ഈ ജനറേഷന് നല്ലത് മുമ്പത്തേനേക്കാളും. അങ്ങനെയല്ലേ വരണ്ടേ? അങ്ങനെയാണ് വരേണ്ടത്. അല്ല, അങ്ങനെ ഫാൻസ് കൂട്ടത്തില്ല ജോൺ, അങ്ങനെ സപ്പോർട്ട് ചെയ്യല്ല, ഞാൻ റിയാലിറ്റി പറഞ്ഞതാ. ഒരിക്കലും പഴയ ജനറേഷനേക്കാളും പുതിയ അപ്ഡേറ്റഡ് വെർഷനാണ് വരുന്നത്. നമ്മൾ ഇനി ഒരിക്കലും നാളെ പോയിട്ട് ഓലയിൽ ഇരുന്ന് എഴുതിയിട്ട് ഓ പഴമയുടെ ഒരു സുഖം എന്ന് പറഞ്ഞിട്ട് പോവാൻ ആ പോയിന്റ് അല്ല അവര് പറയുന്നത്. ബൈ പേഴ്സണും നല്ലതാണെന്നാണ് അവരുടെ ചിന്തകൾ. ഭയങ്കര നല്ലത് ഇപ്പോഴത്തെ ജനറേഷന്റെ ആണ്. നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ള സത്യമാണ്. എല്ലാ ജനറേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഈ ജനറേഷൻ അടുത്ത ജനറേഷൻ ഇപ്പോഴത്തെ അവര് അടിക്കും. കാരണം ആ വർക്കാണ് നമ്മൾ എന്നുള്ള സാധനം വർക്കാണ്, നമ്മൾ നല്ലതാണെന്നുള്ള സാധനം. ഇന്നത്തെ ജനറേഷന്റെ കയ്യിലുള്ള സൗകര്യങ്ങളും സുഖവും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പഴയ ജനറേഷൻ ചെയ്യാവുന്ന കാര്യങ്ങളെ ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നുള്ളൂ. ഒരു മലയും മറിക്കില്ല, ഞാൻ ഉള്ളത് പറയാം. ചിലര് പറയല്ലോ നിന്റെയൊക്കെ എത്ര സൗകര്യം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പൊ എവിടെ എത്തിയേനെ. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞത് ചെയ്യുമായിരുന്നാ പറഞ്ഞത്. അതായത് ഈ ജനറേഷൻ ഇവരിപ്പോ ചെയ്യുന്ന ഇതേ എക്സ്പോഷറാണ് നമുക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അതില് എന്ത് വ്യത്യാസം? നമ്മളിപ്പോ വിചാരിക്കും നമുക്കുണ്ടായിരുന്ന സംഭവങ്ങൾ അറിയാൻ പറ്റാത്ത സാധനങ്ങൾ അടുത്ത ജനറേഷൻ വരുമ്പോ നമുക്ക് അവർക്ക് കൊടുത്ത് അവരെ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യണമെന്ന്. ആ ജനറേഷൻ ഒരു 10 കൊല്ലം വളർന്നു കഴിയുമ്പോൾ എന്റെ അപ്പൻ എന്നെ മര്യാദയ്ക്ക് നോക്കിയില്ല എന്ന്. കാര്യം എന്താന്ന് വെച്ചാൽ അവന് വേണ്ടത് അവൻ നിൽക്കുന്നിടത്തുനിന്ന് അപ്പുറത്തേക്കുള്ള സാധനം വേണ്ടത്. നമ്മൾ കഴിഞ്ഞ് നമുക്ക് കിട്ടാണ്ടിരുന്ന സാധനങ്ങൾ ഇവന് കൊടുക്കണം. അത് അവന്റെ ബേസിക് നീഡായി കഴിഞ്ഞു. നമ്മളത് ലക്ഷറിയാന്ന് വിചാരിച്ചൊക്കെ കൊടുക്കണേ. പക്ഷെ അവൻ വലുതാവുമ്പോൾ പറയുന്നത് ഈ അപ്പം കാരണം ഞാൻ ഇങ്ങനെ പോയെ. എങ്ങനെയൊക്കെ വന്നാലും അവൻ നാളെ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് എന്റെ ഡാഡി അതിന്റെ അപ്പൊ തെറാപ്പിസ്റ്റ് പറയണം, മോനെ കാലങ്ങളായിട്ട് ഈ ലോകം ഉണ്ടായി അന്ന് മുതൽ ഡാഡി തന്നെയാണ്. എല്ലാ ഡാഡിമാരല്ലേ. നമ്മുടെ പോയിന്റിൽ മനുഷ്യൻ നന്നാവത്തില്ല എന്നുള്ള എന്റെ പോയിന്റ് അങ്ങനെ നിൽക്കട്ടെ. നിങ്ങളും മനുഷ്യൻ നന്നായിക്കൊണ്ടിരിക്കാൻ നിൽക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയട്ടെ, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള പൗരന്മാർ നന്നായി ജീവിക്കും, നല്ല ഇതിലേക്ക് വരും. അവർക്ക് ഫ്രസ്ട്രേഷൻ വരുന്നത് അവരുടെ ബേസിക് നീഡ്സിനെയും കാര്യങ്ങളെയും ഫുൾഫിൽ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോഴും വേറൊരുത്തൻ അത് സുഖമായിട്ട് ചെയ്യണ കാണുമ്പോഴും ആ ഒരു സൊസൈറ്റിയിൽ എന്നും ആ ഒരു കോൺഫ്ലിക്റ്റ് സംഭവങ്ങളുണ്ടാവും. ജോൺ ജെ നമുക്ക് ചാലക്കുടിയിൽ എംഎൽഎ വേണ്ട ചാലക്കുടി ഇന്നസെന്റ് ഏട്ടന്റെ ഒരു, അതായത് നിന്റെ നാട്ടുകാരൊക്കെ വോട്ട് ചെയ്യില്ല, ഭാര്യ വീട്ടുകാരെങ്കിലും വോട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ അവനത് പറഞ്ഞു. ഭാര്യ വല്ലാണ്ട് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ജോൺ ജെ ചാലക്കുടിയിൽ നിർത്തിയാൽ വോട്ട് തരുന്ന ആൾക്കാർ കമന്റ് സെക്ഷനിൽ കൈ പൊക്കുക. ഇപ്പം കേരളത്തിന്റെ ചാലക്കുടി അല്ലാതെ ബാക്കിയുള്ള എല്ലാവരും പറയും ഞങ്ങൾ വോട്ട് ചെയ്യും. ഇങ്ങനെ വിചാരിച്ചാണ് പല പാർട്ടി ഇവിടെ ഓൺലൈനിലോ എക്സിറ്റ് പോളി ജയിക്കുകയും ഈ പറയുന്ന ശരിക്കും ഇലക്ഷൻ വരുമ്പോൾ തോക്കുകയും ചെയ്യുന്ന. ജോൺ ജോയ്ക്ക് രാജ്യത്തെ സേവിക്കാൻ ഒരു അവസരം തരികയാണ്. താങ്കൾ BJP എന്റെ പോലത്തെ മടിയൻ രാജ്യത്തിന് സേവിക്കാൻ ഒരിക്കലും ഇറങ്ങാതിരിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ രാജ്യസേവനം. ഞാൻ അതൊക്കെ എന്റെ പോലത്തെ ആൾക്കാരായിരുന്നു കംപ്ലീറ്റ് പണ്ടത്തെ കാലത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നും കല്ലെടുത്തിരുന്നേനെ. പുതിയൊരു കണ്ടുപിടുത്തുണ്ടാവില്ലായിരുന്നു റിൻഷ. നമുക്ക് മെൻസ് കമ്മീഷനിലേക്ക് തിരിച്ചു വരാം. മെൻസ് കമ്മീഷൻ നമ്മൾ പറയുന്ന പോയിന്റുകളെല്ലാം പറഞ്ഞായിരുന്നു. ശരിക്കും ജെൻഡർ ബേസ്ഡ് സാധനങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും തോന്നും അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പം മെൻസ് കമ്മീഷൻ പറയുന്ന അവർ പറയുന്ന സ്ഥിരം പറയുന്ന പോലെ ഞാൻ അങ്ങനെ 6 പേരെ കണ്ടു, എൻ്റെ അടുത്ത് ഇന്ന 7 ഇവർ മുന്നോട്ട് വയ്ക്കുന്ന, അതായത് ഇവർ ഇങ്ങനെ ഒരു കമ്മീഷൻ വന്നതുകൊണ്ട് എന്ത് മാറ്റം? ഒന്ന്, അവർ കുറെ ആവശ്യങ്ങളുണ്ട്. അതായത് ആരും ഇതുവരെ പറയാത്ത കുറെ ആവശ്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു റേപ്പ് കേസിൽ വിക്ടിമിന്റെ കേസ് പേരും ഡീറ്റെയിൽസും പുറത്താക്കാത്തതുപോലെ അക്യൂസ്ഡിന്റെ പേരും ഡീറ്റെയിൽസും പുറത്തു വിടരുത് അൺലെസ് പ്രൂവൺ ഗിൽറ്റി. അത് നമ്മുടെ മാധ്യമങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. എന്നിട്ടും മാധ്യമങ്ങൾ ഇപ്പോഴും അക്യൂസ്ഡിന്റെ വിക്ടിമിന്റെ പേര് പറയാത്തത് കേസ് പേടിച്ചിട്ടില്ലേ? അത് ഫെയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് അവിടെ അത് ലൈൻ വരുന്നത്. അവിടെയാണ് രാഹുൽ ചോദിച്ചത് 48 കൊല്ലം
ത്തിന് ശേഷം വന്ന ഒരു ആരോപണത്തിൽ ഞാനൊരു 24 കൊല്ലം മരിക്കുന്നതിന് വരെ ഈ ചാപ്പ പേര് നടക്കണമെന്നുള്ള ചോദ്യത്തിന് ആ ചാപ്പ വരുന്നത് അയാളുടെ പേര് പുറത്ത് വരുന്നുണ്ടല്ലേ. അപ്പോൾ അയാൾ ശരിയാണോ തെറ്റാണെന്ന് ആര് തീരുമാനിക്കും എന്നുള്ളതാണ് ഈ പ്രശ്നം കിടക്കുന്നത്. ശരിയാണെങ്കിൽ അയാളുടെ പേര് വന്നത് അതായത് അയാൾ അക്യൂസ്ഡ് ആണെങ്കിൽ അയാളുടെ പേര് വന്നത് ന്യായമാണ്. ഇനി അയാൾ അക്യൂസ്ഡ് അല്ല, അയാൾ തെറ്റുകാരനല്ലായിരുന്നു, ഈ പേര് വന്നത് വെറുതെ ആണെങ്കിൽ പേര് എത്ര നാളുടെ അയാളുടെ പേര് പോകത്തില്ല, ചീത്തപ്പേര് പോകത്തില്ല. അവിടെ സൊസൈറ്റിയുടെ കുറ്റമാണ്. അതായത് നമ്മളിപ്പോഴും അതിനെ കൂൾ മൈൻഡോടുകൂടി നീ റേപ്പ് കേസ് അക്യൂറ്റഡ് ആയില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലും ചോദിക്കാത്ത അത്രയും കൂളായിട്ട് ഇതിനെ ഓപ്പൺ ആയിട്ട് എടുക്കാനുള്ള ഒരു മെന്റാലിറ്റിയുള്ള സൊസൈറ്റി ആണെങ്കിൽ ഇതൊന്നും പ്രശ്നമല്ല. അത് അങ്ങനെ അല്ലാത്തൊരു സൊസൈറ്റി ആയതുകൊണ്ട് അത് ഈ സൊസൈറ്റിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ മരിക്കുക എന്നുള്ളൊരു അവസ്ഥ കേട്ടോ ആണ്. അങ്ങനെയാണല്ലോ ബേസിക്കലി മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ആരാണ് ഒരു എക്സാമ്പിൾ ആവുന്നത്. അങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസും ഇതും വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ വരണമെങ്കിൽ ഒരു കമ്മീഷൻ വന്നിട്ട് അതിനെ ഫോർമുലേറ്റ് ചെയ്ത് റൂൾസിന്റെ അടിയിൽ കൊണ്ടുവന്ന് അതൊന്ന് ഒരു എക്സാമ്പിൾ അത് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നുള്ളൂ. പുള്ളി പറയുന്ന പോയിന്റ്. പിന്നെ ഈ പോക്സോ കേസും പുള്ളി പറയുന്ന സാധനമാണ്. പോക്സോ കേസൊക്കെ അത് ചിന്തിക്കണം. വെറുതെ 17 എന്നുള്ള ഒറ്റ പോയിന്റ് ഈ രണ്ട് നിയമങ്ങളും അല്ലല്ല ഈ ഒരു സാധനം ഉണ്ടല്ലോ. ഈ അധികം ഞാൻ കേട്ടേക്കുന്ന കേസ് പറയാം. ഇപ്പോ ഒരു എസ്പെഷ്യലി ന്യൂ മാരേജസിലൊക്കെ അല്ലെങ്കിൽ ഒരു 1-2 വർഷത്തിനകത്ത് ഇങ്ങനത്തെ കുറച്ച് കേസുകൾ ഞാൻ കുടുംബത്തിൽ അവിടെ ഇവിടെ കേട്ടിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊരു ഡിവോഴ്സ് സിറ്റുവേഷനിലോട്ട് പോകണം, ഇവർ തമ്മിൽ ചേർന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പീഡന കേസ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതിന് കോടതിയുടെ റൂളിംഗ് ഉണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞ് ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ വന്നാൽ ഉടനെ അറസ്റ്റ് ചെയ്യേണ്ട. ഒരു പീഡന കേസ് ഒരാൾ ഇട്ടാൽ റീസെന്റ് വന്നതാണ്. അതായത് അതിനെ ഒരു ഫ്രീസ് ചെയ്യാൻ അവസരം കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ നോക്കിയിട്ട് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ജൂറിസ്ഡിക്ഷനും കൂടെ ആണത്. അയാൾ ആ ഗ്രാവിറ്റി തീരുമാനിക്കേണ്ടത്. അത് അവിടെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതായത് പൈസ ഉള്ളൊരു പെണ്ണ് അതായത് അവിടെ അവർക്കൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് അവിടെ ആണുങ്ങൾ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്ലസ് ആ ഒരു ഫാമിലി. പണ്ടത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു പെണ്ണ് പറയുകയാണ് ഉടനെ അറസ്റ്റ് ചെയ്യാന്നായിരുന്ന രീതി. പക്ഷെ അവിടെ ആണിന് അഡ്വാൻറ്റേജ് കൊടുക്കാൻ വേണ്ടി കോടതി റൂളിംഗ് ഉണ്ട്. ഒന്ന് നോക്ക്. അത് റീസെന്റ് ആണ്, ഒരുപാട് വളരെ റീസെന്റ് ആയിട്ട് വന്നത്. അത് കമ്മീഷൻ ഒന്നും ഇല്ലാതെ തന്നെ സോർട്ടഡ് എന്നല്ല, ഒരു കോടതിയുടെ വിധി വന്നാൽ അതിനെ സൈറ്റ് ചെയ്തിട്ട് എടുക്കാവുന്നത് കൊണ്ട് അങ്ങനെ കുറെ തവണ ഇത് സൈറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടും ആൾക്കാർ പറഞ്ഞു ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം പെട്ടെന്ന് അങ്ങനെ അറസ്റ്റ് വേണം നിർബന്ധമില്ല. അതായത് ഉടനെ പിടിച്ചങ്ങ് അകത്തിട്ട് അതിനെ ഭേദ്യം ചെയ്ത് കൊന്നേക്കെന്നല്ല, വെയിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഇഷ്യൂ നമുക്കറിയാമല്ലോ. അത് വന്നത് ഈ സാഹചര്യത്തിലാണ്. ഇത് പ്രോപ്പർലി പീഡനമാണോ എന്നുള്ളത് അറിയാനൊരു നെല്ലും പതിനും തിരിച്ചറിയാനുള്ളൊരു സമയം കൊടുക്കാനുള്ള റൂളിംഗ് വന്നത്. അതൊരു ട്രംപ് കാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കത് റീസെൻ്റ്ലി ഇത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ കാര്യം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം നടന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കഥയാണ്. അവൻ്റെ മാരേജ് ആണെന്ന് പ്രോപ്പർ അറേഞ്ച്ഡ് മാരേജ്. അവൻ നാട്ടിലില്ല, വിദേശത്തായിരുന്നു. അവൻ പേരൻസ് ഇവിടെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. കല്യാണം സെറ്റാവാതെ ഇങ്ങനെ നീണ്ടു പോയാലും 34 വയസ്സായ സമയത്ത് നമ്മുടെ ഒരു ഇവിടുത്തെ ഏറ്റവും പ്രമുഖ മാട്രിമോണി സൈറ്റ് വഴി ആലോചന വന്നു. ഈ കേസ് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മൾ ജെൻഡർ കാർഡ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നോക്കാനും പറ്റിയൊരു കേസ് തന്നെയായത്. ആ 34-ാമത്തെ വയസ്സിൽ ഇവിടുത്തെ ഏറ്റവും പ്രമുഖ മാട്രിമോണി സൈറ്റ് വഴി ആലോചന ഫിക്സ് ആക്കി, കല്യാണം ഉറപ്പിച്ചു. കുട്ടിക്ക് വയസ്സ് 30. അവർക്ക് അത്യാവശ്യം ഒരുവിധം ഒത്തുപോകുന്ന സിറ്റുവേഷനാണ് അവനെ സംബന്ധിച്ചിട്ട്. വീട്ടുകാർക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ അവന് ഇഷ്ടപ്പെട്ടു, അവൾക്ക് ഇഷ്ടപ്പെട്ടു. സോ കല്യാണം നടത്താൻ കല്യാണം നടത്തി. കല്യാണം കഴിഞ്ഞിട്ട് അവൻ അവളെ കൊണ്ടുപോകണം പുറത്തേക്ക്. അവളാണെങ്കിൽ മാരേജ് രജിസ്ട്രേഷൻ ഉത്തരവാദിത്തം അവളെ സ്വയം ഏറ്റെടുത്തു. ഞാൻ മാരേജ് രജിസ്ട്രേഷൻ നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ നിന്ന് പേപ്പറും ഡീറ്റെയിൽസും ഒക്കെ വാങ്ങിച്ച് മാരേജ് രജിസ്ട്രേഷൻ ഓൺലൈൻ ത്രൂ അക്ഷയ ത്രൂ ഒക്കെ അവൾ ചെയ്തു. മാരേജ് സർട്ടിഫിക്കറ്റ് വന്നു നോക്കിയപ്പോൾ അവളുടെ വയസ്സ് 37. അവൻ്റെ വയസ്സ് 34, അവളുടെ വയസ്സ് 37. സോ മാട്രിമോണി സൈറ്റിൽ ഏജ് അഡ്രസ് വെരിഫൈഡ് പ്രൊഫൈൽ, ഏജ് ആൻഡ് അഡ്രസ് വെരിഫൈഡ് ടിക്ക് വരുന്ന പ്രൊഫൈൽസ് ഉണ്ട്. പൈസ കൂടുതൽ കൊടുത്താലേ ആ പ്രൊഫൈൽസ് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പ്രൊഫൈൽസിന് എക്സ്ട്രാ ബെനിഫിറ്റും ഉണ്ടാവും അവർ ഹാൻഡിൽ ചെയ്യുന്നതിന്. ആ പ്രൊഫൈൽ 30 അവളുടെ വയസ്സ് 37 ഇപ്പം മാരേജ് സർട്ടിഫിക്കറ്റ് വന്നപ്പം. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്യൂ ആയി. അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2 വയസ്സ് കൂടുതലേ ഉള്ളൂ. അവനത് വലിയ ഇഷ്യൂ ആണോ അല്ലെന്ന് അവൻ തരം തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിലത് ഭയങ്കര പ്രശ്നമായി. 30 നിന്ന് 37 വയസ്സിൻ്റെ വ്യത്യാസം വന്നു എന്നുള്ളതാണ് പെട്ടെന്ന് അവർക്ക് തോന്നിയത്. അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ 37 വയസ്സുമില്ല, എൻ്റെ വയസ്സ് 30 എൻ്റെ വയസ്സ് 32. മാട്രിമോണിയിൽ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ഈ സർട്ടിഫിക്കറ്റിൽ എങ്ങനെ വന്നു എന്ന് ഞാൻ പറയാം. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 92-ലായിരുന്നു ജനിച്ച സമയത്ത് വീട്ടിലായിരുന്നു പ്രസവം. അതുകൊണ്ട് ഹോസ്പിറ്റൽ ത്രൂ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. അന്ന് കുറച്ച് ഫിനാൻഷ്യൽ വീട്ടിലെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റിയില്ല. 96-ൽ 4 വയസ്സുള്ളപ്പോൾ എന്നെ LKG കൊണ്ടുവരുത്താൻ പോയ സമയത്ത് അന്ന് സ്കൂളിലിരുന്ന പ്രിൻസിപ്പൾ പറഞ്ഞു 1990 ശേഷം ജനിച്ച കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ, നിർബന്ധമാണെന്ന്. അപ്പോൾ കുട്ടിയെ ചേർക്കാൻ കൊണ്ടുപോയത് കുട്ടിയുടെ ഒരു ബന്ധുവാണ്. അപ്പോൾ അയാളൊരു ബുദ്ധിപരമായ തീരുമാനം എടുത്തു.
1990 ശേഷം ജനിച്ചാൽ മാത്രമല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. ഇപ്പോൾ 96 ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ കുട്ടിയുടെ ബർത്ത് ഡേറ്റ് ഇയർ ഒക്കെ 90 മുൻപാണ്. പുള്ളി മനസ്സിൽ നിന്ന് കൂട്ടി ഒരു 88 ഡേറ്റ് ഇട്ടു. അപ്പോൾ കുട്ടിക്ക് 96 കൊണ്ടുപോകുമ്പോൾ 8 വയസ്സായി. അപ്പോൾ സ്വാഭാവികം ടീച്ചർ എന്ത് പറഞ്ഞു, LKG കൊണ്ടുവരുത്താൻ കുട്ടിയെ 8 വയസ്സുള്ള കുട്ടിയെ LKG ഇരുത്താൻ പറ്റില്ല, കുട്ടിയെ 2ാം ക്ലാസ്സിൽ ഇരുത്തണമെന്ന്. അങ്ങനെ LKG പഠിക്കാൻ പോയ കുട്ടിയെ നേരെ ഇവർ കൊണ്ട് 2ാം ക്ലാസ്സിൽ ഇരുത്തുന്നു. അങ്ങനെ ആ കുട്ടി പ്രായം കുറവായിരുന്നിട്ടും കൂടുതൽ പഠിച്ച് ആ പ്രോഗ്രഷനിൽ പോയി കുട്ടി 12-11 വയസ്സിൽ SSLCക്ക് പാസ്സാവാനുള്ള 10ാം ക്ലാസ്സിലെത്തി. സ്വാഭാവികമായും ഡേറ്റിൽ SSLC കോളേജിൻ്റെ റെക്കോർഡിൽ ഇതാണ് പറഞ്ഞ കഥ. കോളേജിൻ്റെ റെക്കോർഡിൽ 88 കിടക്കുന്നുണ്ട്. 2003 SSLCക്ക് എഴുതാൻ പറ്റി. 15 വയസ്സ് ആകാതെ 11-12 വയസ്സിൽ തന്നെ SSLC പാസ്സായി. പിന്നെ സർട്ടിഫിക്കറ്റ് തിരുത്താൻ പോകാൻ സമയം കിട്ടിയില്ല. അങ്ങനെ എല്ലാ കാർഡുകളിലും, ആധാർ അടക്കം എല്ലാ കാർഡുകളിലും ആ ഡേറ്റ് കിടന്നു. 92 ഇയർ ആയിട്ട് 88 എന്നുള്ള ഇയർ അങ്ങനെ തെറ്റിച്ച് കൊടുത്തു. അത് കിടന്നത് മാറ്റാൻ പോകാത്തതുകൊണ്ട് ഡിഗ്രി അങ്ങനെ പാസ്സായി, ജോലി കിട്ടി, എല്ലാ രേഖകളും അങ്ങനെയായി. ഇപ്പം 37 കുട്ടിക്ക് 18 വയസ്സ് ആകുമ്പോൾ തന്നെ സർട്ടിഫിക്കറ്റിൽ എത്രയായി? ശരിക്കും 18 ആകുമ്പോൾ സർട്ടിഫിക്കറ്റിൽ 20 ആയി കഴിഞ്ഞു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ ഏജ്. ചെറുപ്പത്തിലെ വലിയ അക്കാഡമിക് പ്രഷറൊക്കെ എടുത്ത കുട്ടിയല്ലേ. ഇങ്ങനെ ഇതൊരു വിശ്വസനീയമായ കഥയല്ല, എന്നെ സംബന്ധിച്ച് വിശ്വസനീയമായ കഥയല്ല. എല്ലാം ഓപ്പണായിട്ട് കാണുന്ന എനിക്ക് പോലും അവൻ ഈ കഥ എന്നോട് പറയുമ്പോൾ ഇതാണ് അവൾ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ വിളിച്ചു. അവിടെ ഇങ്ങനെ സർട്ടിഫിക്കറ്റിൽ പ്രശ്നം വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞ കഥ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളൊരു നൂൽപ്പാലത്തിൽ കൂടെ പോവുകയാണ്. സ്വാഭാവികമായി മെയിൽ ഷോവിനിസ്റ്റായ ഞാൻ അത് വിശ്വസിക്കരുത്. ഞാൻ വിശ്വസിക്കും. ഞാൻ അങ്ങനെ ആൾക്കാരെ കണ്ടാലും അറിയാലോ ഏകദേശം. അല്ല, ചില ആൾക്കാരെ കണ്ടാൽ പ്രായം, ഇപ്പൊ എന്നെ കണ്ടാൽ അറിയത്തില്ലല്ലോ, പ്രായം പറയില്ലല്ലോ. കണ്ടൊരു 40-42 പറയും. ഇന്നലെ ഡൈ ചെയ്ത് വന്നോണ്ടേ. പക്ഷെ ശരിക്കും എനിക്ക് 48 വയസ്സുണ്ട്. എന്നെ 40 പറയത്തുള്ളൂ. അപ്പോഴും എന്റെ പ്രായം പിടിക്കത്തില്ല. അപ്പോൾ ആ കേസിൽ എൻ്റെ പ്രായം 37 ആയത് ഇങ്ങനെയാണ്. സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം. എനിക്ക് ശരിക്കും 32 ഉള്ളൂ എന്ന് പറഞ്ഞത് വീട്ടിൽ ഒരു ട്രസ്റ്റിന്റെ പ്രശ്നം ഉണ്ടാക്കി. പേരൻസിന്, അവൻ്റെ പേരൻസിലേക്ക് ഭയങ്കര ട്രസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാക്കി. ആൾ കള്ളം പറയുകയാണ്. അതും കൂടാതെ ഒരു വലിയ നുണക്കഥ കെട്ടിച്ചമച്ചെന്നുള്ള പ്രശ്നമായി. തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ കേസ് ഒരു പ്രശ്നമില്ലാത്ത കാര്യം. ഈ പെണ്ണ് ഈ തുടക്കത്തിൽ ഇത് പറഞ്ഞാൽ തന്നെ ഈ കല്യാണം നടക്കില്ല. അതാ പറഞ്ഞ ചുരുക്കം പറഞ്ഞാൽ ഏജിന്റെ ഒരു പ്രശ്നമാണെന്ന് പറയുന്ന ഒരു സാധനം ഇപ്പം എത്തി നിൽക്കുന്നത് കോർട്ടിൽ പീഡന കേസും സ്ത്രീ പീഡന ആരോപണവും ആയിട്ട് വന്ന് അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. 1.5 കോടി രൂപയുടെ നഷ്ടപരിഹാരവും മാസം 1.5 ലക്ഷം രൂപ ജീവനാംശവും ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിർത്തി നിൽക്കുകയാണ്. അത് എവിടെ തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് 2 വയസ്സിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ച സിമ്പിൾ സാധനം ഇന്ന് എത്തി നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഇത് അനുഭവിച്ചേക്കുന്ന ആൾക്കാർ അവരെന്ത് പറയും? മെൻസ് കമ്മീഷൻ വേണം ഇവിടെ സ്ത്രീകളെ പറ്റി. കാരണം അവരെ സംബന്ധിച്ച് അവരെ ഒരാൾക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ മതി, അവർ പറയും എന്നെ ഇങ്ങനെ പറ്റിച്ചു എന്ന് പറയും. ഇത് ഇവർക്ക് തോന്നുന്നത് എന്താണ്? നമ്മൾ എത്ര കാലങ്ങളായിട്ട് നമ്മളെങ്ങനെ മറ്റേ അപ്പുറത്തെ സൈഡ് നോക്കണം, ഞങ്ങൾ എത്ര കാലങ്ങളായിട്ട് നമ്മളെ അടിച്ചമർത്തി വെച്ചേക്കും. എന്നിട്ട് ഇവർ ഇപ്പോഴും പറയുന്നത് നമുക്കെതിരെ കമ്മീഷൻ വേണമെന്നാണ് കുറേ പെൺകുട്ടികൾ, സ്ത്രീകൾ വിചാരിക്കുന്നത്. ഇത് എതിരെ എന്നുള്ളതല്ലോ. വിമൻസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ഓഫ് വിമൻ, അവിടെ വിഷയം അഗെയിൻസ്റ്റ് മെൻ എന്നല്ല. അങ്ങനെയാണ് ഇവർ 2 കൂട്ടരും, ഈ തർക്കിക്കുന്ന 2 കൂട്ടരും ഇതിനെ കാണുന്നത് അങ്ങനെയാണ്. ഇവരൊക്കെ ആരേതൊക്കെ ഏൽപ്പിച്ച ഒന്നാമത്തെ കാര്യം ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കുക ഇവരോടൊക്കെ ആരാ പറഞ്ഞു, ഇവരോടൊക്കെ ആരാ പറഞ്ഞു? അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞ വേറൊരു പോയിന്റ്, ഇതുമായി ബന്ധപ്പെട്ട സാധനമല്ല. എനിക്ക് ഇതിനകത്ത് കുറ്റം പറയാനുള്ള വേറൊരു പോയിന്റ്, മാട്രിമോണി സൈറ്റ്സ് ഭയങ്കര ചതിയാണ് കാണിക്കുന്നത്. കാരണം അവർ ഏജ് വെരിഫൈഡ് പ്രൊഫൈൽ, അതായത് ഇതിന്റെ ബൈക്കിൽ തപ്പാൻ പോയപ്പോൾ ഇവനെന്താ ചെയ്തു? കേസ് കൊടുക്കണം, അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ആരാ കള്ളം പറയുന്നത്, ഞാൻ പറയുന്നത് അവള് പറയുന്നത് വെച്ച് എടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അവൻ തപ്പ ഇറങ്ങി. അവൻ തപ്പ ഇറങ്ങിയിട്ട് പോയി നോക്കി, ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പറഞ്ഞ കുട്ടിക്ക് ശരിക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അവൻ മറ്റേ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ശരിക്കും നമുക്കിപ്പോൾ തപ്പി എടുക്കാൻ പറ്റും. അങ്ങനെ അവിടുത്തെ ലോക്കൽ ബോഡിയിൽ നിന്ന് അവൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത് 87 ആളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് പക്ഷേ ആൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷെ ഇല്ല എന്ന് കള്ളം പറഞ്ഞാണ് ഇവർ സെറ്റ് ചെയ്തത്. അത് പിന്നീട് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അല്ല, 87 ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനി ഇപ്പം ഇത്രയും പേപ്പറിനകത്തല്ല ഈ 37 വയസ്സുണ്ടെന്ന ആൾക്ക് മാരേജ് സൈറ്റിൽ, മാട്രിമോണി സൈറ്റിൽ അവന്മാർ എന്ത് ഏജും പ്രൂഫും വെരിഫൈ ചെയ്തു എന്ന് അവകാശവാദത്തിലാണ്. ഏജും അതിനകത്തെല്ലാം 37 വയസ്സാണ് കുട്ടി. എല്ലാ റെക്കോർഡ്സിലും ആൾക്ക് 37 വയസ്സുണ്ട്. പക്ഷേ അവന്മാരുടെ സൈറ്റ് അവകാശപ്പെടുന്നത് ഇത് ഏജ് വെരിഫൈഡ് ആണ്, 30 വയസ്സുള്ള ടിക്കറ്റ് പ്രൊഫൈലിനെ വിശ്വസിച്ചല്ലേ ഇവർ പോയത്. അവർക്കെതിരെ ഫസ്റ്റ് മെയിലായിരിക്കും അവന്മാർ പറയുന്നത്, നമ്മളിത് പറയുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് ഞങ്ങൾ വേറൊരു ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ന്യായമാണ്? ഞങ്ങൾ ഇത് ഓക്കെ വന്നെങ്കിൽ ഞങ്ങൾ സ്റ്റാർ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. നല്ല കോമ്പൻസേഷൻ ഇതിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരെ 1.5 കോടി അവിടെ എടുത്ത് കൊടുക്കാൻ പറയും. അല്ല, അതായത് ഇപ്പൊ ഈ പറഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർ വിചാരിക്കും ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്യും.
ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരേക്കും ഞാൻ ട്രസ്റ്റ്. ഇപ്പൊ ഈ കേസ് വെളിയിൽ ഇനി നിന്ന് ശരിക്കും കേൾക്കുന്ന ഒരാൾ- പീഡനം നടന്നിട്ടുണ്ടോ? അതാ ഇത് ആരെ വിശ്വസിക്കും? ഈ കേസ് കോടതി വരുമ്പോൾ ജഡ്ജി എന്തിന്റെ ബേസിൽ ആ പെൺകുട്ടി പറയണ മാനസിക പീഡനമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നടന്നുണ്ടാവും. അത് എങ്ങനെ തെളിയിക്കും? അതായത് മാനസികമായി പീഡിപ്പിക്കാൻ വേണ്ടി അല്ല അങ്ങനെയല്ല, അത് എങ്ങനെ ബ്ലാങ്കറ്റ്ലി ഇവിടെ എല്ലാരും വട്ടം കൂടി എന്നിട്ട് പറഞ്ഞു, എന്നാലും നീ നിന്റെ വീട്ടുകാരും ഞങ്ങളെ പറ്റിച്ചല്ലേ, നീ കള്ളി. അത് മാനസിക പീഡനമാണ്. അവര് പറഞ്ഞത് മാനസിക പീഡനമാണ്. അപ്പൊ ഇത് തിരിച്ച് നേരെ ഇപ്പുറത്തെ സൈഡിലിട്ട് ഇവരുടെ വീട്ടുകാർക്കുണ്ടായ മാനസിക പീഡനം ഇല്ലേ? അതാ പറഞ്ഞ ഇത് ഇപ്പുറത്തുള്ള മാനസിക പീഡനം അതിന് വിലയില്ലേ? അപ്പൊ അവരും കേസ് കൊടുക്കണം, എന്നെ മാനസികമായി പീഡിപ്പിച്ചു, അതിന് വിലയില്ല. അതുകൊണ്ടാണ് പ്രശ്നം. രാഹുൽ ഈശ്വർ പറയുന്നത് അങ്ങനെ വില ഉണ്ടാക്കണം എന്നാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് റീസെന്റ് വേറെ അതൊക്കെ തള്ളിപ്പോടാ. കുട്ടിക്കൽ ജയചന്ദ്രൻ പുള്ളി ഈ കേസിനകത്ത് വിക്ടിമാണല്ലോ അല്ലേ. കുട്ടിക്കൽ ജയചന്ദ്രന്റെ കേസ് റീസെന്റ് ആൾ പോക്സോ കേസിൽ പ്രതിയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നത് എന്താ സംഭവം എന്ന് ആർക്കും അറിയത്തില്ല. ഞാനിത് ആദ്യം ഫോളോ ചെയ്യുമ്പോൾ ഈ കേസിനകത്ത് എന്താ സംഭവം നമുക്കറിയത്തില്ല. കാരണം നമുക്കറിയണമല്ലോ ഒരു കേസിൽ ഇപ്പം ഒരാൾ പോയി വഴിയിൽ നിന്ന് പിടിച്ചു, അല്ലെ ഒരാൾ പോയി വഴിയിൽ നിന്ന് ഒഴിവാക്കി കാണിച്ചു, ഒരാൾ വീട്ടിൽ വന്നു, ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കറിയില്ല. ആള് പോക്സോ കേസ് പ്രതി എത്ര അറിയത്തുള്ളൂ. അത് എന്തായാലും നമുക്കറിയത്തില്ല. ഇത് എന്തുകൊണ്ടാണ് പുറത്ത് വരാത്തതെന്ന് വെച്ചാൽ പുള്ളിക്ക് ഇത് അനുകൂലമായിട്ട് അക്വിറ്റലല്ല, അനുകൂലമായിട്ടൊരു ഹൈക്കോടതി വിധി വന്നപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പുറത്തു വന്നത് ആൾ പ്രതി അയക്കുന്ന ആളുടെ ബന്ധുവിൻ്റെ മോളുടെയാണ് പോക്സോ കേസ്. ഇത് പറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആളും ബന്ധു തമ്മിലൊരു സിവിൽ പ്രശ്നങ്ങൾ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി പെട്ടെന്ന് പുറത്തു പോകും. ഇന്ന ആളൊന്നും പറയണ്ട. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയാണ് കുട്ടികൾ ജയന്തന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം ഐഡന്റിറ്റി പുറത്തു വന്നില്ലേ. അപ്പൊ അങ്ങനെ പോലും പറയാൻ പറ്റാത്തൊരു കേസിലായി ഫാമിലിയുമായിട്ട് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പൊ ഫാമിലിയിൽ ആരോ പുള്ളിക്കെതിരെ കേസ് കൊടുത്തത് ആണെന്നാണ് പുള്ളിയുടെ വേർഷൻ. കേസ് തീരുമാനമായിട്ടില്ല. അവർ ആ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് എതിരായിട്ട് അവരുടെ മോളെ വെച്ചിട്ട് കേസ് കൊടുത്തു എന്നാണ് ഇവർ പറഞ്ഞത്. 4-5 വയസ്സങ്ങനെ കുഞ്ഞിനുള്ളൂ. എന്റെ അഭിപ്രായത്തില് ഈ തെളിവുകളുടെ അഭാവത്തിൽ തള്ളിപ്പോകുന്ന കേസുകളുണ്ട്. അല്ലാതെ ചിലതുണ്ട്, അതിപ്പോ ആണ് കൊടുത്തായാലും പെണ്ണ് കൊടുത്തായാലും ചിലര് ബന്ധുക്കളെ കൊടുക്കാൻ വേണ്ടിയിട്ട് കള്ള കേസ് കൊടുക്കും. ഈ കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ല ശിക്ഷ കൊടുക്കുന്ന ഒരു സിസ്റ്റം വേണം എന്നൊരു അവിടെയും പ്രശ്നം പറ്റും. ഇത് അടുത്ത കേസാണ്. കാരണം അയാളുടെ വാദം ന്യായീകരിക്കാൻ അയാൾക്ക് വീണ്ടും ഈ അയാൾക്ക് ഒരു മോശം വക്കീലായിരുന്നു. അയാൾ വിചാരിച്ചു കേസ് തോറ്റോ. തെളിവുകളുടെ അഭാവം ഒരു കാര്യമാണ്, അല്ലാതെ കള്ളക്കേസാണെന്ന് ഔട്ട്റൈറ്റ്ലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര പാടാണ് ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ. ഒരു ഡോക്യുമെന്റ് ഒക്കെ കെട്ടിച്ചമച്ച സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പാടില്ലേ. ഒരു സിവിൽ ഡോക്യുമെന്റ് ഒറിജിനൽ വക്കീലന്മാര് വല്ലതും കാണുന്നുണ്ടെങ്കിൽ പറയൂ, നിങ്ങളുടെ അഭിപ്രായം പറയൂ. സിവിൽ കേസിൽ ഒരു സെഷൻസ് കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടോ വരെ പോകുന്ന കേസിൽ 15 കൊല്ലം എടുത്തു വിചാരിക്കുക. സിവിൽ കേസ് താഴത്തെ കോടതി പറഞ്ഞു 15-20 കൊല്ലം എടുത്തു വിചാരിക്കുക. അപ്പൊ അത് കഴിഞ്ഞ് പറയുക ഇതൊരു കള്ളക്കേസായിരുന്നു പറയുക. അപ്പൊ അയാൾക്ക് അത് വീണ്ടും ഈ സ്റ്റാർട്ടിങ്ങിന് സ്ക്രാച്ചിൽ നിന്ന് വീണ്ടും ബാധിച്ചു തുടങ്ങണം. സിവിൽ കേസൊക്കെ തീർക്കാൻ ഇങ്ങനെ ഒരു ചൂരിലെടുത്തിട്ട് ഒരാളെ നിർത്തണം. ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല. നീ പറഞ്ഞ ആവശ്യമൊന്നും കേട്ടിട്ടില്ല. അതായത് ആൾക്കാർ ആവശ്യപ്പെടുന്നതല്ല, ഈ ആവശ്യം നടത്തിയതായിട്ട് നമ്മളെങ്ങും കേട്ടിട്ടില്ല. ഒരാൾക്ക് അയാള് വ്യാജ ആരോപണം കൊടുത്തതുകൊണ്ട് ശിക്ഷ വിധിച്ചതായിട്ട് ഞാനെങ്ങും കേട്ടിട്ടില്ല. അപ്പൊ ആ പെൺകുട്ടി കുറച്ചാളും ഒരു മാഷിനെതിരെ ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ട് അയാൾ കുറെ 10-90 ദിവസം ജയിലങ്ങണ്ട് കിടന്നു. അയാൾ ക്ഷമിക്കുക ചെയ്തല്ലേ. വർഷങ്ങൾ കഴിഞ്ഞ് തീരുമാനമായ കേസാണ്. കുട്ടി കള്ളം പറഞ്ഞായിരുന്നു തെളിഞ്ഞു. പിന്നെ എന്നിട്ട് അവര് കാണാൻ വന്ന് ഇവയാൾ ക്ഷമിച്ചു. ആ കേസാണ് ഇത്. ഇങ്ങനെയുള്ള കേസസിലൊക്കെ അതിന്റെ അടുത്ത ലെവൽ നടപടി എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു നടപടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ കുറച്ച് കള്ള കേസുകൾ കുറയായിരിക്കും. ഇല്ലേ, വേണം, അങ്ങനെ ഒരു നടപടി വേണം. അല്ലെങ്കിൽ മാതൃകാപരമായി ഇങ്ങനെ 2-3 ശിക്ഷിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ പ്രവണത കുറച്ച് കുറയും. കള്ള കേസുകൾക്ക് അറിയത്തില്ല. എനിക്ക് നഷ്ടപരിഹാരം ചോദിച്ച സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. കേസിന്റെ കോടതി ചെലവുകളൊക്കെ നിങ്ങള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാമല്ലോ. സുഖമായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. ഇത് അവര് കേസ് പിൻവലിക്കും. ചിലര് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നിന്നെ കേസിപ്പെടുത്തും. അതായത് ഇവനോട് കളിക്കാൻ പോരുത്, ഇവനോട് ഒരുത്ത ഇവൻ കേസ്. ഇതിനെന്താന്ന് പറയുക, ഇത്തരം അങ്ങനെ പറയുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ സിവിൽ നേച്ചറുള്ളതോ അല്ലെങ്കിൽ ചെറിയ ക്രിമിനൽ ഇതുകളോ തള്ളി ഒന്തി ഇതെന്ന് പറയുന്ന കേസുകളോ ഒന്നും അതിന്റെ എൻഡ് വരെ പോവില്ല. ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിൽ തീരും. പക്ഷെ ആ വള്ളി പിടിപ്പിക്കുന്നത് എന്നും പിടിപ്പിക്കാം. അത് നമ്മുടെ ഒരു ഇതില് നമ്മുടെ എതിരെ ഒരു കേസ് വരാന്ന് പറഞ്ഞാൽ കോടതി കയറി ഇറങ്ങി നടക്കാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ. അത് ഭയങ്കര ടോർച്ചർ സാധനം അല്ലേ. അത് ഇങ്ങനെയാണ്, പിന്നെന്താ ചെയ്യാ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളെ ഇരുത്തി പോസ്റ്റ് അടിപ്പിക്കണമെന്ന് തന്നെയാണ് ഈ സിസ്റ്റങ്ങൾക്കെല്ലാം നമ്മളറിയാതെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇവന്മാര് പയ്യെ അങ്ങ് നിർത്തി പൊക്കോളും. ഒരുവർ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവനത് എന്നും മറക്കാത്തൊരു അനുഭവമാക്കി മാറ്റണമെന്ന് അവർക്കൊരു നിർബന്ധമുണ്ട്. ഇല്ല, പക്ഷെ ഇപ്പോ കുറച്ചുകൂടെ മാതൃക പോലീസ് സ്റ്റേഷൻ മാതൃകയാണെങ്കിലും ഈ പറയുന്ന സാധനം കിട്ടും നമുക്ക്. അത് നീ
കേറി ചെല്ലുന്ന വകുപ്പ് ഏതാന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ല ആ ഒരു പ്രൊഫൈലിനും ഡിപ്പെൻഡ് ഞാൻ പറയട്ടെ, അവര് സംസാരിക്കുന്നൊക്കെ ഭയങ്കര ഡീസന്റ് ഇപ്പൊ അതിൽ നിന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നല്ല അതൊക്കെ പണ്ടത്തെ ഒത്തിരി മാറി. പക്ഷേ പോലീസിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആവാതെ അല്ലെങ്കിൽ ഇച്ചിരി ഇടിക്കാതൊന്നും എനിക്ക് തോന്നുന്നുള്ള ആൾക്കാർ നന്നാവുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? US പോലീസ് ആളുകളോട് ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സർ റെസ്പെക്റ്റഡ് സർ, നമ്മൾ എത്തും. ആ ഒരു സാധനം വേണം. അത് എത്തും, കുറച്ച് സമയം എടുക്കും. എന്തോരം മര്യാദയുള്ള പോലീസുകാരാണ് അല്ലേ? ആണ് ആയിരിക്കും. ഞാൻ പിന്നെ ലോകം എന്നും കുറെ പേര് നല്ലതും കുറെ പേര് ചീത്തയുമായിരുന്നു. ചില സമയത്ത് ചില ആൾക്കാർ ഈ നല്ല ആൾക്കാർ ചീത്തയായിട്ട് മാറും, ചീത്ത ആൾക്കാർ നല്ലതായിട്ട് മാറും. ഇങ്ങനെ ഒരു കുഴഞ്ഞ സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓ നല്ലത് വേണ്ടായിരുന്നല്ലേ എപ്പിസോഡ്. കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ്. അപ്പോൾ ഓൺ ദാറ്റ് ന്യൂട്രൽ നോട്ട്. അല്ല പക്ഷേ എന്തോ ഒരു നിർത്താടാ. ഇവിടെ എത്താത്ത പോലൊരു ഫീൽ. നമ്മൾ പറഞ്ഞ പോയിന്റ് അങ്ങനെയാണ്. എങ്ങും എത്താത്തൊരു സാധനം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ചെയ്യാൻ അല്ല, ഇതിൽ പറ്റില്ല. നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ കയ്യിൽ നിന്നുള്ളൊരു വേറൊരു ആംഗിൾ ഓഫ് തോട്ട്സ് എല്ലാവർക്കും, അതായത് ഓരോരുത്തർക്ക് ഇപ്പൊ നമുക്ക് മാസസിന് വേണ്ടി ജനറലൈസ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ പോയിന്റ്സ് പറയാന്നല്ലാതെ ഇതൊരു ഉത്തരമുള്ള ചോദ്യമൊന്നുമല്ല. ഇത് ഞാൻ പറയാം. ഇപ്പൊ പോലീസുകാരോടുള്ള സമീപനമായാലും കവിയാതെ ഉപന്യസിക്കാനൊക്കെ പറ്റണം വിഷയങ്ങൾ. ഇപ്പൊ കോടതിയോടുള്ള എക്സ്പീരിയൻസ് ആയാലും ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ കാണും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നീതി കിട്ടി, ചിലപ്പോൾ അനീതിയായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും, ആർക്കാർക്ക് വായിക്കാം. നമ്മളത് വേറൊരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സംഭവിച്ചിട്ടുള്ള ആളുകൾ അവരുടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ മാത്രമേ എഴുന്നില്ല, നീതി അനീതി, മൊത്തത്തിൽ നീതി അനീതി. നമ്മുടെ രാജ്യം പോസിറ്റീവായ നമുക്ക് വേണമെങ്കിൽ വക്കീലിനെ കൊണ്ടുവന്നിരുത്താം. ഒരു പ്രാവശ്യം നമുക്ക് അങ്ങനെ ഇരിക്കാം. പുള്ളി ഹൈക്കോർട്ടിലും കണ്ടൊക്കെ പോകുന്നുണ്ടല്ലേ? അതാണ് അയാളോട്, അയാൾ എവിടെ പറഞ്ഞേക്കുന്നതാണ്, അയാളോട് ചില സീനിയേഴ്സിനൊക്കെ ഭയങ്കര കലിപ്പാ. കാരണം അവരൊക്കെ വന്ന് ഫീൽഡിൽ വന്ന് പേരെടുക്കാൻ വേണ്ടിട്ട് അത്രയും കിടന്ന് കഷ്ടപ്പെട്ടപ്പോ ഒരുത്തൻ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ട്, പക്ഷെ അതിന്റെ പുറകിൽ ഒരു എഫേർട്ട് ഉണ്ട്, അതാരും കാണില്ല. അപ്പോഴും ഞാൻ ചോദിക്കുന്നത് അവരെന്തിനാണ് ശരിക്കും ഇയാളുടെ ആ അസൂയ കാണിക്കുന്നത്? അത് പഴയ ജനറേഷൻ പുതിയ ജനറേഷൻ. ഞാൻ പറയട്ടെ, ഇപ്പോഴും 40-50 വയസ്സായിട്ടും രക്ഷപ്പെടാത്ത ആൾക്കാരുണ്ടെന്നേ. ജൂനിയേഴ്സ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ എത്ര റീച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി കോടതിയിൽ കേസ് വാദിച്ച് ഇപ്പൊ ആളൊരു ഭയങ്കര സെൻസേഷൻ ആണ്. പക്ഷെ ആളൊരു അയാളുടെ ലൈഫിൽ ഒരു കേസ് പോലും ജയിച്ചു. പക്ഷെ നിങ്ങൾക്ക് ലീഡ് കിട്ടാൻ, അതായത് ഒരു കേസിലോട്ട് എത്താനുള്ള എളുപ്പം ഉണ്ടാവും. പക്ഷെ ഞാൻ അത് നിൽക്കണം, നമ്മൾ സ്പൈക്കിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നിൽക്കണ ആൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സാധനമല്ല. ആൾ കോർട്ടിൽ പോയി, ഏതാ ഞാൻ ചോദിച്ചു, ആൾ കോർട്ടിൽ വാദിച്ച് കേസുകൾ ഒരുപാട് ജഡ്ജ് അയാളോട് എടുക്കുന്ന സമീപനം നീ അവിടെ ഇരി എന്നുള്ളൊരു സമീപനാണെന്നുണ്ടെങ്കിൽ കേസ് പയ്യെ ഡൗൺ ആവുന്നേ ഉള്ളൂ. പക്ഷെ ചോദിക്കാം ആളുടെ പേഴ്സണൽ ലീഗൽ പരിപാടികൾ എങ്ങനെ പോകുന്നു, സോഷ്യൽ മീഡിയ എങ്ങനെ പോകുന്നു, രണ്ടായിട്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. നാളെ കിട്ടി നോക്കാല്ലേ. വേറെ ആരാളുള്ള ലോയേഴ്സ് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് ഒരു വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ജഡ്ജിനെ കൊണ്ടുവന്നാലും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും ഒരു സാധനം നടക്കാത്ത രീതിയിലാക്കി റിൻസാക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മള് ചിന്തിക്കുമ്പോ നമ്മൾ എപ്പോഴും ഒരു ഗ്രാൻഡറിൽ ചിന്തിക്കണം അല്ലേ? അല്ല, ഒരു ജഡ്ജി വന്നിരുന്നു കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് സംസാരിക്കും. ബഹുമാനത്തിൽ കയറി കഴിഞ്ഞുള്ള പ്രശ്നമാണ്. ബഹുമാനം മോടി കയറി കഴിഞ്ഞാൽ പിന്നെ പറയും സർ ആ സാധനം വരും. അത് പറ്റില്ല. അതെനിക്ക് കൂളായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ വേണം. അതായത് നമ്മുടെ ലെവലിലോട്ട് ഇറങ്ങി വന്ന് അത് IIT മോഡായിരുന്നു, നമ്മൾ മനസ്സിലാക്കിയില്ല. ഓൺ ദാറ്റ് നോട്ട്, ന്യൂട്രൽ നോട്ട്. അപ്പൊ ഈ എപ്പിസോഡിൽ നമ്മൾ പല പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ഡിസ്കഷൻ റേസ് ചെയ്യുന്നുള്ളതായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ. ഇൻസ്റ്റാഗ്രാമിൽ നല്ല ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു വാട്സാപ്പിൽ ഒരു ബ്രോഡ്കാസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ മാധവിൻ്റെ നമ്മൾ ഷോ അനൗൺസ് ചെയ്തു. നമ്മൾ പബ്ലിക്കിന് ഇതുവരെ അനൗൺസ് ചെയ്തില്ല, പക്ഷെ നമ്മുടെ ബ്രോഡ്കാസ്റ്റിലാണ് ആദ്യം നമ്മൾ ഷോ പബ്ലിഷ് ചെയ്ത്. ബ്രോഡ്കാസ്റ്റിനാണ് ആദ്യം ടിക്കറ്റ് എടുക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, എൻ്റെ ഷോ പബ്ലിക് ചെയ്യാൻ മറന്നു. അയ്യോ നമ്മളിത് ആദ്യം പറയണ്ടായിരുന്നു. ഫെബ്രുവരി 14, ഫെബ്രുവരി 21 2 ഷോ ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ക്രൗഡ് വർക്ക് മൊണോപ്പൊളി ഷോ ബാംഗ്ലൂരിൽ ജസ്റ്റ് BLR കോമഡി ക്ലബ്ബിൽ, ബ്രിഗേഡ് റോഡിലുള്ള ജസ്റ്റ് BLR കോമഡി ക്ലബ്ബ് 2nd ഫ്ലോറിൽ. നിങ്ങളുടെ ബാംഗ്ലൂരുകാരുടെ സ്വന്തം വെന്യൂ ആണത്. സോ കം ആൻഡ് ഹാവ് എ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചാറ്റ് വിത്ത് അനീസിക്ക. ആൻഡ് ഒരാഴ്ചയ്ക്ക് ശേഷം ഫെബ്രുവരി 21
നമ്മുടെ പനമ്പള്ളി കൊച്ചി കോമൺസിലുള്ള വെന്യൂല് പോസ്റ്റ് വാലന്റൈൻ ഡിസോർഡേഴ്സ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് Valentine's Day യുടെ ഹാങ് ഓവർ മാറ്റുന്ന ഷോ അത് അപ്പോൾ ഞാൻ മഹാദേവിന്റെ കേസ് ഞാൻ പറയാം. മഹാദേവിന്റെ ഷോസ് ഫെബ്രുവരി 6 ഖത്തറിൽ, അത് പക്ഷേ നിങ്ങൾക്ക് പബ്ലിക്കിന് ഓപ്പൺ അല്ല, അതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ്. ഫെബ്രുവരി 14 കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിന്റെ ടിക്കറ്റ്സ് എല്ലാം ഇപ്പോഴേ മൂവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഇത് അപ്പോഴേക്കും ഇറങ്ങും. ഫെബ്രുവരി 14 ഇറങ്ങും. ഫെബ്രുവരി 21 തൃശ്ശൂർ വെച്ചിട്ട്, അത് ജോയ്സ് പാലസിൽ നടക്കുന്ന ഇവന്റ് ആണ്. ദീപക് മോഹനും ആ ഇവന്റിൽ. അപ്പോൾ അതിന്റെ ടിക്കറ്റ്സ് ഇരിക്കുന്നത് ബുക്ക് മൈ ഷോ തൃശ്ശൂർ പേജിലാണ്. ആൻഡ് മാർച്ച് 1 ചെന്നൈയിൽ വെച്ചാണ് പഞ്ച് എന്ന് പറഞ്ഞ വെന്യൂയിൽ വെച്ചിട്ട്, അൽവാർപേട്ടുള്ള പഞ്ച് എന്ന് പറഞ്ഞ വെന്യൂ. ആൻഡ് മാർച്ച് 8 ബിഗ് പിക്ചർ ബാംഗ്ലൂർ. അപ്പോൾ ബിഗ് പിക്ചർ വെന്യൂവിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യാം, ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ നമ്മളതൊന്ന് പരീക്ഷിക്കുകയാണ്. ഇങ്ങനെ ഒരു അഭിപ്രായം കേട്ടു ആൾക്കാർക്ക് ഒരു ആക്ടിവിറ്റിയും കൂടെ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വരാനൊരു ഇൻസെൻറ്റീവ് ആണ്. അപ്പോൾ ഇഫ് യു പ്രിഫർ നല്ല ഗുഡ് ഫുഡ്, ഗുഡ് ആൽക്കഹോൾ ആൻഡ് സം ഗുഡ് ലാഫ്, പ്ലീസ് ടു കം മാർച്ച് 8 ബിഗ് പിക്ചർ. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ. ബൈ ബൈ.